എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ഒന്നുകൂടി ആശംസിക്കുകയാണ്. ഞങ്ങളിന്ന് ലീവിലായിരുന്നു. നിങ്ങൾക്ക് നാളെയാണ് നാട്ടിലെ ലീവ് അല്ലേ? ബക്രീദ് ആശംസകൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. എന്നാൽ സന്തോഷം, എല്ലാവരും ആഘോഷിക്കട്ടെ. ജീവിതത്തിലെ വിനോദം അല്ലെങ്കിൽ ആഘോഷങ്ങളെ നമ്മളെപ്പോഴും വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യണം. ഇത്തരം കിട്ടുന്ന നിമിഷങ്ങളെയൊക്കെ ആഘോഷിക്കുക തന്നെ വേണം. നമ്മുടെ ജേണി ടു ഹാപ്പിനെസ്, നമ്മുടെ മനസ്സൊരു വിസ്മയം പുസ്തകത്തിൽ നമ്മുടെ 5 കാര്യങ്ങളെ പറ്റി എപ്പോഴും പറയാറുണ്ട്. ആരോഗ്യം, സമ്പത്ത്, വിനോദം, ആത്മീയത, അതുപോലെ ബന്ധങ്ങളെ പറ്റി. അപ്പം ഇന്ന് ഞാൻ ആ പാട്ട് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എഴുതുകയായിരുന്നു. അപ്പോൾ വിനോദത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ പറ്റിയിട്ട് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ആയിട്ട് എഴുതാൻ തുടങ്ങിയായിരുന്നു. കുറേ പാട്ടിൽ കുറച്ചും കൂടി മാറ്റം വരുന്നുണ്ട് പുസ്തകത്തിൽ. അപ്പോഴേ വിനോദം എന്ന് പറയുന്നത് ഹോളിഡേയ്സ് അല്ലേ, നമുക്ക് ഇത്തരം ഇങ്ങനെ ലഭിക്കുന്ന ചില സന്ദർഭങ്ങളെ, അവധി ദിവസങ്ങളായി ലഭിക്കുന്ന സന്ദർഭങ്ങളെയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ആ ഉപയോഗം അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ വില എന്താണ് നമ്മൾ മനസ്സിലാക്കുക. അത് വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും കൈകാര്യം ചെയ്യേണ്ടതാണ്. വിനോദമില്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തിങ്സിന് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതൊരു സുഖമായ പരിപാടി ആവില്ല. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ പണത്തിന് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കരുത് എന്നുള്ള വളരെ സത്യസന്ധമായ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നടത്തുകയാണ്. കാരണം പണം ആവശ്യമാണ്, പക്ഷെ പണമല്ല എല്ലാം എന്നോർക്കുക. ബന്ധങ്ങളെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആരോഗ്യം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് രണ്ടുമില്ലെങ്കിൽ പണം എത്ര ഉണ്ടായിട്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്നറിയുക. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ, എല്ലാവർക്കും പണം വേണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പണം മാത്രം ഉണ്ടായാൽ പോരാ, ഇതെല്ലാം ബാലൻസ് ചെയ്തിട്ട് പോകാൻ സാധിക്കണം എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് അൺമ്യൂട്ട് വെക്കാം. 1-2 ആൾക്കാർ മാത്രം എല്ലാവരും ഒന്നിച്ച് വരണമെന്നില്ല കേട്ടോ. പറയാനുള്ള ഒരു പെട്ടെന്ന് പറയൂ. ഇല്ല, അല്ല, ഞാൻ പറയട്ടെ സാർ. പറഞ്ഞു. ഞാൻ 1-2 മെഡിറ്റേഷനില് മോന് ജോലി മാറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു അന്ന് എഴുതി വെച്ചേർന്നത്. അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞപ്പോ 2 ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് അപ്പൊ കുറച്ച് സാലറിയുടെ ഇങ്ങനെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. 2000 റിയാലാണ് മോൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് 1700 വരെ ഓഫർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമായി. ഈ ഒരു ആഗ്രഹം കുറച്ച് നാളായി ഇങ്ങനെ എഴുതിയതാവുന്നു. ഇപ്പൊ അത് സാധിച്ചു. മെഡിറ്റേഷൻ കഴിഞ്ഞു. ഞാൻ ജൂലൈ 30 വരെയാണ് എഴുതിയിരുന്നത്. അപ്പോ എന്തായാലും ശരിയാവും തന്നെയാണ് ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞത്. ഇപ്പൊ മസ്കറ്റിലാണ്. അപ്പൊ ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയില് 1 വർഷം ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു 3 മാസത്തെ നോട്ടീസ് പീരീഡ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെയും കൂടി ഒരു ഇങ്ങനെ ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നോളൂ, അത് നടന്നോളൂ, കുഴപ്പമില്ല. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടു, ഉറപ്പായിട്ടും സംഭവിക്കും. പിന്നെ ഒരു കാര്യം കൂടി, IR5 സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പൊ ജൂൺ 6 ഞാൻ മെഡിറ്റേഷന് വേണ്ടി നേരത്തെ എണീറ്റ് കഴിഞ്ഞപ്പോ നല്ല മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റൂം ഒറ്റയ്ക്കാണ്, അപ്പൊ പൂട്ടിയിട്ടാണ് കിടന്നിരുന്നത്. അപ്പൊ റൂം തുറക്കാൻ നോക്കുമ്പോ എന്ത് ചെയ്ത ചാവി ഇതാവണില്ലേ. പക്ഷെ ക്ഷമയോട് കൂടിയിട്ട് ഇരുന്നു. വീണ്ടും IR5 സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലത്തെ ക്ലാസ്സിലാണ് അതിന്റെ മീനിങ് എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായത്. മറ്റേത് ഇങ്ങനെ സാറിന്റെ ക്ലാസ് കേട്ട് ഇങ്ങനെ പറയുണ്ടായിരുന്നുള്ളൂ. അത് രണ്ട് പ്രാവശ്യം ചെയ്തു. പിന്നെ വിചാരിച്ചു മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അതിനൊരു മനസാന്നിധ്യം കിട്ടി. അത് ഈ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ വന്നോടുകൂടിയാണെന്ന് പ്രത്യേകം പറയുന്നു സാറ്. മനസ്സിനുള്ള ഒരു ആത്മബലം കിട്ടി തുടങ്ങിയത് ഈ സമയത്ത്. ഞങ്ങളെ പോലുള്ളവർക്ക് അത് ഏറ്റവും അധികം ഉപകാരപ്രദമാണ്. അപ്പൊ ചാലക്കുടിയിലായിരിക്കുമ്പോ ഈ പറഞ്ഞമാതിരി വീട്ടിലൊറ്റയ്ക്കായിരിക്കും. അപ്പൊ ഞാൻ അധികം തൃശ്ശൂർ മകളുടെ അടുത്താണ്. അപ്പൊ പിന്നെ 3ാമത്തെ പ്രാവശ്യം ഒരു 5:35 ആയപ്പോ കുറെ ട്രൈ ചെയ്തു, തന്നെ തുറക്കാൻ പറ്റി. മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. വെരി ഗുഡ്. ഒരുപാട് നിങ്ങൾ പറഞ്ഞത് വളരെ 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 ഡീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പ്രായത്തിനകത്ത് നമുക്ക് ഒരു ആത്മധൈര്യം ലഭിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമായിട്ട് അല്ല കരുതുന്നത്. ഞങ്ങളെ പോലുള്ളവർക്ക് ഈ സമയത്ത് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
അതെ ഏത് സിറ്റുവേഷൻ വന്നാലും സാഹചര്യത്തിനനുസരിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു ധൈര്യം മനസ്സിന് കിട്ടി ഇപ്പൊ ഞങ്ങൾക്ക്. ആ അതെ, അത് നല്ല വലിയൊരു കാര്യമാണ്. നമ്മൾ ഉദ്ദേശിച്ച പലപ്പോഴും ഇങ്ങനെ ഒരു ആത്മധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. നിങ്ങൾ തന്നെ അത് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം അങ്ങനെ ഒരു ആത്മധൈര്യം നിങ്ങളിലേക്ക് നൽകാൻ പറ്റിയല്ലോ എന്നോർക്കുമ്പോൾ സന്തോഷം. പ്രപഞ്ച സത്യങ്ങൾക്ക് എപ്പോഴും നന്ദി പറയുക. നന്ദി. അതെ, അതെനിക്കുണ്ട് യഥാർത്ഥ സാർ വഴിയിൽ അപേക്ഷ. തന്നെയാണ് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് സാറ്. ഓക്കെ, അപ്പൊ ഒരുപാട് നന്ദി നന്ദി നന്ദി. താങ്ക് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച്. പറയൂ, അടുത്ത ആൾ പറയൂ. പറഞ്ഞോളൂ, ആരാ പറയുമെന്നേ? സാർ ഞാൻ എനിക്കും അത് പറയട്ടെ? പറഞ്ഞോ. ഞാൻ 1 to 1 ചെയ്തിന്ന് ആ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ആ കഴിഞ്ഞ ഒരു ദിവസം ഒരാള് ഇന്ന് വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു. പക്ഷെ അവര് വന്നില്ല. ഉം. ഇന്നും അവരെ പ്രതീക്ഷിച്ച് വന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ആ 1 to 1 ചെയ്ത ആ മെഡിറ്റേഷൻ ചെയ്തപ്പോ എനിക്ക് അന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് എന്റെ നെറ്റ് തീർന്നു പോയായിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോ ഉച്ചയ്ക്ക് ഇരുന്നപ്പോ ഓർത്തു അതൊന്ന് ചെയ്തു നോക്കിയാലോ. ഉച്ചയ്ക്ക് ഇരുന്ന് ഞാനത് ചെയ്തു, എഴുതി വെച്ചു, ചെയ്തു. മനസ്സിലത് ഇങ്ങനെ ഈ വിളിച്ച ആള് വന്നില്ലല്ലോ. അപ്പൊ അത് മാത്രം മനസ്സിലിങ്ങനെ ഒന്ന് ഓർത്തു. ഉം. ഇന്ന് 7 മണിയായപ്പോ അവര് വിളിച്ചു, നാളെ 10 മണിക്ക് അവര് വരുമെന്ന്. വെരി ഗുഡ്. വളരെ നന്ദി, വളരെ സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നാളെ വരുമ്പോ തന്നെ അവർക്ക് വേണ്ട പ്രതിവിധി നൽകാനും തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതിലൂടെ അവരുടെ ആ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനും സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു. യെസ്, എനിക്ക് പറയൂ. പറയാനുണ്ട്. സാർ എനിക്ക് പറയാനുണ്ട്. ആ പറയൂ. +2 എക്സാമിന് പോയ 2 കുട്ടികൾ. അപ്പൊ അവർക്ക് ഇത്തിരി ടഫാണ് പരീക്ഷയൊക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾ മോള് വിഷമിക്കണം. IR5 എനിക്ക് ഫയൽ എന്ന് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ IR5 സിറ്റുവേഷൻ ജിസ് പറഞ്ഞില്ല, IR5 സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ പറഞ്ഞു പോയി. അവർക്ക് എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടിയിരുന്നു. അപ്പൊ ഇന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിദേശത്തുള്ള പിള്ളേരാണ്. അത് ഞാൻ ആ പിള്ളേരെ കണ്ടിട്ടില്ല കേട്ടോ. ആ കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഫോണിൽ കൂടി വിളിച്ചിട്ട് പറഞ്ഞതാണ്. ആ സന്തോഷം. അത് ഇന്നലെയാണ് നല്ലൊരു ഈ കാര്യമാണ്. സിറ്റുവേഷൻ വന്നത്. താങ്ക് യു സാർ. വലിയൊരു കാര്യമാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. അവർക്ക് മാറ്റം ഉണ്ടാകും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആ സാർ ഞാൻ പറയട്ടെ ദിനേശ്. പറഞ്ഞോ. സാറിന് മറ്റേ മാഡം പറഞ്ഞ പോലെ ആത്മവിശ്വാസം ഇത്തിരി കൂടുതലായി പോയി എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാലേ മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷേ മനസ്സിന് നല്ല ധൈര്യം പോവും. അപ്പൊ ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞോടത്ത് ഒരു ഹർണിയ അല്ല കേട്ടോ, ഒരുപാട് ഹർണിയ ഉണ്ട്. ഇനിയിപ്പോ ഡോക്ടർ ചെന്നാ പറഞ്ഞിട്ട് ഒരു പണി എടുക്കരുത്, വീട്ടിൽ പോയാല്. പക്ഷെ എനിക്ക് ഒരു അസുഖമില്ല ഡോക്ടറെ, അല്ല സാറേ. അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയാൽ ആകെ അസുഖമുണ്ട് ശരീരത്തില്. എന്നാൽ എന്റെ മനസ്സിനും അസുഖമില്ല, ആരോഗ്യത്തിന് എനിക്കൊരു കുഴപ്പമില്ല. കാറ്ററിംഗിന്റെ പരിപാടി ഞാൻ വളരെ നന്നായി ചെയ്യണു. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാറല്ലേ പറയാ ഓരോ കാര്യം കൊണ്ട് നിർത്തിയാ പറ്റില്ല, നമ്മൾ മനസ്സിലൊരു വരുമാനം കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ വേറെ തുടങ്ങണം എന്നല്ലേ പറയാ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട് 100 റുപ്യ ബിരിയാണി എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന്. ഇപ്പൊ ചായയും കടിയാണ് ചെയ്യണത്. പക്ഷെ മോൻ പറയാം ആത്മവിശ്വാസം മാത്രം പോരാട്ടോ, ആശുപത്രിയിലേക്ക് ഞാൻ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് ഒരു വയ്യായികയില്ല. പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇരിക്കുന്നു? ഇപ്പൊ CA ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് കൂടിയുണ്ടെങ്കിൽ എന്തായാലും കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന്. എനിക്കിത് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കിട്ടണ കാര്യം കൂടി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ ആത്മവിശ്വാസം. കാരണം എനിക്ക് വയ്യായികല്ലേ. പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ കൂടിയുണ്ട്. അത് വേറെ കാര്യം. ശരീരത്തിലെ ഡോക്ടർ നോക്കിയ അസുഖമുണ്ട്, എന്നാൽ എനിക്ക് ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല, മനസ്സിനൊരു കുഴപ്പമില്ല. പിന്നെന്താ വേണ്ടത്? രാധാ ദിനേശ് തന്നെയല്ലേ ഇത് പറയണത്? അതെ, ഞാൻ തന്നെയാ പറയണത്. ആദ്യം ഇവിടെ വരുമ്പോ എന്തായിരുന്നു വിഷയങ്ങള്? ആദ്യത്തെ റെക്കോർഡിംഗ് എടുത്ത് ആദ്യം നോക്കേണ്ടി വരും. വന്നതന്നെ ഈ പറഞ്ഞ പോലെ മനസ്സിന് ഡിപ്രഷൻ ഉണ്ടായിട്ട് കടയിന്ന്, ടൈലറിങ് കടയിന്ന് സാറിന്റെ മെഡിറ്റേഷൻ ഈ യൂട്യൂബിൽ കണ്ടിട്ട്, അന്ന് പരസ്യമില്ലാത്ത മെഡിറ്റേഷൻ ആയിരുന്നു. ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് കയറിയത്. എനിക്ക് ഇതിപ്പോ എന്താന്ന് പറയാ, ഇപ്പൊ ഒരു അഡിക്റ്റ് പോലെ. എനിക്കിപ്പോ ഈ ക്ലാസ് കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. പണിയൊക്കെ ആവും ചിലപ്പോ. പണിയെടുക്കുമ്പോൾ നടന്ന് കാണും. കാരണം എന്താ പറയാ, ഓരോന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുവേ ഓരോ ക്ലാസ്സിന്നേ. ടെക്നിക്കും പൈസ അല്ലാത്തതും കിട്ടും നമുക്ക്. അതാണ് കാര്യം. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ വളരെയധികം നന്ദി. താങ്ക് യു. ഇനിയിപ്പോ പോണട്ടോ, 10-ാം തീയതിനുള്ളിൽ പോണം. ഡോക്ടർ നോക്കിയാൽ ചിലപ്പോ ഹർണിയ കുറെ ഉണ്ടാവും. എല്ലാം മാറട്ടെ, എല്ലാം മാറട്ടെ. മനസ്സിൽ അസുഖങ്ങൾ ഇല്ലാതായാൽ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം താനേ മാറിക്കോളും.
അതന്നെ എനിക്ക് മനസ്സിലൊരു അസുഖമില്ല, ശരീരത്തിന് മനസ്സിലില്ലെങ്കിൽ ശരീരത്തിൽ ആരോഗ്യക്കുറവുണ്ട്. താനേ പോയിക്കോളും, ഒരു സംശയമില്ല. അതെ, ശരി, താങ്ക് യു. സുഖമായി മാറിക്കോളും. മതി. യെസ്. സർ കഴിഞ്ഞല്ലോ. പറയാനുണ്ട്. ഇല്ല പറയാം. ഇല്ല സർ, സർ കേൾക്കുന്നുണ്ടോ സർ? രമ്യ പറഞ്ഞോ. സാറേ, ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കണ്ടും എന്റെ ചേച്ചി രാധ പറഞ്ഞ ചേച്ചി കണ്ടിട്ടാണ് ഞാൻ ഈ ഈ സാറിന്റെ പ്രോഗ്രാം എല്ലാം കണ്ടത്. അങ്ങനെ കൊച്ചി പ്രോഗ്രാമിനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സാറെ പറഞ്ഞറിയിക്കാൻ വയ്യ ആത്മസന്തോഷവും. അങ്ങനെ ഞാൻ 2 ദിവസം കൊണ്ട് 1 to 1 മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എനിക്കിന്ന് ലോട്ടറി അടിച്ചു സാർ, 100 രൂപ. അത് ശരി. താങ്ക് യു സർ, താങ്ക് യു. 100 രൂപയ്ക്ക് 100 രൂപയുടെ വാല്യൂ അല്ല, ഒരു 100,000 രൂപയുടെ വാല്യൂ അല്ലേ അല്ലെ? കിട്ടിയ അതെ സാധനം. അതെ അതെ സാർ, ഭയങ്കര ഭയങ്കര സന്തോഷം, ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. താങ്ക് യു. നന്ദി സർ, നന്ദി, ഒരുപാട് നന്ദി. അതുപോലെ എന്റെ ചേച്ചിക്കും, എന്നെ ഇതിലോട്ട് കൊണ്ടുവരാൻ എത്തിച്ച എന്റെ ചേച്ചിക്കും ഒരുപാട് നന്ദി. യൂണിവേഴ്സിനും നന്ദി. യെസ്. ഒരു കുടുംബം തന്നെ മാറണം അല്ലെ? കുടുംബത്തിൽ തന്നെ മാറ്റം ഉണ്ടാകും. ആത്മസന്തോഷം ഒരു രക്ഷയില്ല സർ. സാറിന് ഞാൻ തൊഴുത് വളരെ നന്ദി സർ, വളരെ നന്ദി. എല്ലാം താങ്ക് യു. പറഞ്ഞു. അടുത്ത ആള് പറഞ്ഞു. തന്നെ എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടാണ് എല്ലാ ദിവസവും നിൽക്കുന്നത്. അടുത്ത ആള് പറഞ്ഞു. ഗുഡ് ഈവനിങ് സാർ. ഹലോ സാർ. അർഹത പറ. ഹേമ പറ. സാറേ, എനിക്ക് ഒരു പ്ലേസ്മെന്റും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ, ബോണ്ട് ഇല്ലാതെ. ഒരു മിനിറ്റ് അനന്തു, എവിടെ? ഒരു മിനിറ്റ് അനന്തു, ക്യാമറ ഓൺ ചെയ്യടാ. ക്യാമറ ഓൺ ചെയ്തോ? പറ, എവിടെ പ്ലേസ്മെന്റ് കിട്ടി? നീ ടീഷർട്ട് കോഗ്നിസെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയില്ല സാറേ കിട്ടിയ. ഏതിലാ? കോഗ്നിസെന്റ്. അപ്പൊ സാറ് പറഞ്ഞാല് ഒരു ബോണ്ട് ഇല്ലാത്ത, നേരത്തെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, 2 കിട്ടിയായിരുന്നു, അതിനെല്ലാം ബോണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരെണ്ണത്തിന് ബോണ്ട് ഇല്ല. അപ്പൊ സന്തോഷമുണ്ട്. നമുക്ക് ബോണ്ട് വേണ്ടല്ലോ. ബോണ്ട് വേണ്ടാന്നല്ലേ നമ്മ വെച്ചത്. ബോണ്ട് വേണ്ടാത്ത ഒരെണ്ണം കിട്ടി. പാക്കേജ് എങ്ങനെയുണ്ട്? പാക്കേജ് ഇത് സാറെ അറിയിക്കത്തേ ഉള്ളൂ, ഒരു മെയിലായിട്ടേ. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടക്കും, അത് കഴിഞ്ഞിട്ട് അവര് ഓഫർ ലെറ്ററോട് കൂടെ അയക്കാന്നാ പറഞ്ഞത്. അത് ശരിയാണ്, അവരറിയിക്കട്ടെ. നിനക്ക് എത്ര പാക്കേജ് വേണം? ഒരു 10-15 ലക്ഷം കിട്ടിയാലും കുഴപ്പമില്ല. 15 ലക്ഷം എന്താ, ഒരു മാസോ? അല്ല സാർ, ഒരു വർഷം. ഒരു വർഷം ഇത്തിരി കൂടുതലാണോ? ഇച്ചിരി കൂടുതലാണോ? കൂടുതലാകുമ്പോ നിങ്ങക്ക് കിട്ടൂലല്ലോ. കുറച്ച് പിടി. ആണോ? എന്നാ ഒരു 6 ലക്ഷം മതി. പറഞ്ഞല്ല, നമ്മൾ പറഞ്ഞില്ലേ, കൃത്യമായി സെറ്റ് ചെയ്തോ. എത്ര വേണം ഇപ്പൊ സെറ്റ് ചെയ്തോ. നീ ഇപ്പൊ ക്ലാസ് ഇരിക്കുമ്പോ എഴുതിക്കോ, എത്ര വേണം നിനക്ക്, മാസം എത്ര വേണം, എന്തൊക്കെ ബെനിഫിറ്റുകൾ വേണം എഴുതൂ. അപ്പൊ ആ മെയിൽ വരുമ്പോ അത് തന്നെ വരും. ഇതൊക്കെ പഠിപ്പിച്ചതല്ലേ? സാർ, അതിന്റെ കൂടെ എംടെക്കും കൂടെ എടുക്കണമെന്നുണ്ട് സാർ. എടുക്കട്ടെ, അതും എടുക്കട്ടെ. എംടെക് എന്തായാലും അവൻ ചെയ്യാലോ. അല്ല, അതിന്റെ കൂടെ തന്നെ അവര് നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ ഹയർ സ്റ്റഡീസിനും പഠിപ്പിക്കാന്നുള്ള അതും കൂടി ചേർത്തിട്ടുള്ള. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഒന്ന് എഴുതി തയ്യാറാക്കി. ഇപ്പൊ തന്നെ എഴുതി തയ്യാറാക്കി. സാറേ, ഇന്നൊരെണ്ണത്തിന് പോയി, ടാറ്റയുടെ ഒരെണ്ണമായിരുന്നു സാറേ. ഒരു ഇന്റർവ്യൂ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ടാറ്റ കൺസൾട്ടൻസിയാ? ടാറ്റ കൺസൾട്ടൻസി. നല്ലതല്ലേ? ഹയർ സ്റ്റഡീസിന് അവിടെ എത്ര എളുപ്പമാണ്. അവർ ബോണ്ട് ചോദിച്ചാലും കുഴപ്പമില്ല. കാരണം വെച്ചാല് എംടെക് പോകുന്നുണ്ടെങ്കിൽ ബോണ്ട് ചോദിച്ചാലും കുഴപ്പമില്ല. അവരുടെ ഓപ്ഷൻ ഒരുപാട്. അതൊന്ന് സബ്ജക്റ്റീവാണ്, ശ്രദ്ധിച്ചു നോക്കാം, കണ്ടീഷൻസ് നോക്കാം. എംടെക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അവർ തന്നെ യൂണിവേഴ്സ് അതിന് തന്നെ കംപ്ലീറ്റ് ഫണ്ട് ഇതിന്റെ എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ കേട്ടോ, വെരി ഗുഡ്. സാർ, ആദിത്യനും ഉണ്ട് സാർ ഇവിടെ. ആദിത്യന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് സാറെന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നു. എന്തായി ആദിത്യ? ആദിത്യനുണ്ട്, വിളിക്കാൻ സാർ, ഒരു സെക്കൻഡ്. എവിടെ എഴുതി? എത്ര ഉണ്ടെന്ന് ചോദിച്ചേ? പെട്ടെന്ന് ഹലോ സാർ. ആദിത്യ എന്ത് ചെയ്യാ? മൊബൈൽ ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കുക? അല്ല, ക്ലാസ് ഉണ്ടായിരുന്നു സാർ. കഴിഞ്ഞില്ലേ ഓൺലൈൻ നിങ്ങൾക്ക്? ക്ലാസ്. അല്ല, ഇത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി. എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഇംഗ്ലീഷോ ഫ്രാൻസോ എന്തൊക്കെ പറയുന്നത്?
അല്ല സാർ, ഞാൻ സ്പാനിഷോ ഇംഗ്ലീഷോ ഒക്കെ അല്ലെ പുതിയ ലാംഗ്വേജിലോ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നോക്കുക. ആ തുടങ്ങിയോ? ക്ലാസ് തുടങ്ങിയോ? അല്ല, അവിടെ പോസ് ചെയ്തേക്കോ. എന്തിനാണ് ഇപ്പൊ നീ സ്പാനിഷ് പഠിക്കാൻ പോണേ? സ്പാനിഷ് ചുമ്മാ പഠിക്കുന്നേ. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിന്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ പോകുന്ന കാര്യവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നീറ്റ് എഴുതിയിട്ട് എങ്ങോട്ടാ പോകുന്നത് സ്പാനിഷ് പഠിച്ചിട്ട്? സ്പാനിഷ് ചുമ്മാ രസത്തിന് പഠിച്ചിട്ടുള്ളൂ. ലാംഗ്വേജ് നന്നായിട്ട് ഇഷ്ടമാണോ ലാംഗ്വേജ് പഠിക്കാൻ? ആ, അത് പോട്ടെ, എത്രയുണ്ടാവും സ്കോർ? എത്രയുണ്ടാവും? സ്കോറോ? ഉം. നീറ്റിന് ഇപ്പം സാർ കട്ട് ചെയ്യാനുണ്ട്. പക്ഷെ 500 മുകളിലായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. 500 മുകളിലോ? നമ്മൾ എത്രയാണ് പ്ലാൻ ചെയ്തേ? എക്സാം കട്ട് ചെയ്യുമോ സാർ? അത്യാവശ്യം കട്ട് ചെയ്യുന്നേ. എക്സാം കട്ടിയാൽ നമ്മുടെ പ്ലാൻ മാറാൻ പാടില്ലല്ലോ. എന്റെ എക്സ്പെക്ടേഷൻ എത്ര ഇപ്പൊ? എന്റെ എക്സ്പെക്ടേഷനോ? എക്സാം എളുപ്പമാണെങ്കിൽ ഞാൻ 680 മുകളിൽ പ്രതീക്ഷിച്ചേ. എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിന്റെ എക്സ്പെക്ടേഷൻ പറ. എന്റെ MBBS അല്ല, നീ പറ. അമ്മയുടെ അന്ന് അറിഞ്ഞിരിക്കാൻ പറ. നീ പറ. MBBS കിട്ടണം സാർ. ഏ നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടിയ ആഗ്രഹം. ഫിഗർ എഴുത്. എത്ര എക്സ്പെക്ടേഷൻ? 450 to 500, 400 to 450, ആ റേഞ്ച് അന്നല്ലേ നമ്മൾ പറഞ്ഞു. ആ റേഞ്ച് സെറ്റ് ചെയ്ത് വെക്ക്. മാർക്കാണോ? അല്ല, നിനക്ക് റാങ്ക് അല്ലേ നീ പറഞ്ഞത്? എത്ര റാങ്ക്, ഏത് റാങ്കിനകത്തായിരിക്കണം എന്നൊരു എക്സ്പെക്ടേഷൻ, ഒരു ഇത് വെക്ക്. റിസൾട്ട് വരത്തുള്ളൂ സാർ. എക്സ്പെക്ടേഷൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കുറച്ചും കൂടി കേൾക്കുക. അപ്പൊ മനസ്സിലാവും ഇത് എന്തിനാണ് ഞാൻ പറയുന്നത് കേട്ടോ. വാട്ട് യു ഫോക്കസ് ദാറ്റ് യു ഗെറ്റ്. അപ്പൊ യു ആർ നോട്ട് ഫോക്കസിങ് എനി മാർക്സ്, എനി സ്കോർ, വാട്ട് യു ഗെറ്റ്. You don't have any focus on, you don't have any figure in your mind what will be your score. Then how do you get a score? See, that is what I told you. We have to change our thinking pattern. It's not what normally what people are do. They don't have any expectation. Expect something, then only there is a possibility to reach that one. Yes sir. അത് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. എത്ര ആയിരിക്കും ഒരു ആവറേജ്, ഒരു അസംഷൻ. ഇന്ന് ഞാൻ പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ലോ ഓഫ് അസംഷൻ. ഇഫ് യു ഡോണ്ട് ഹാവ് എൻ അസംഷൻ, the things will not work out. അസംഷൻ ഉണ്ടാവണം നമുക്ക് എപ്പോഴും. കേട്ടോ, ഒന്ന് സെറ്റ് ചെയ്തോ കേട്ടോ, എന്നിട്ട് പറയാം. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഈ പ്രിൻസിപ്പൾസ് ഒക്കെ വർക്ക് ചെയ്യുക അങ്ങനെയാണ്. ചേട്ടനും രണ്ടുപേരും ഇരുന്നിട്ട് സെറ്റ് ചെയ്യും കേട്ടോ. ചേട്ടന് ശമ്പളവും നിനക്ക് ഉണ്ടാക്കേണ്ട റാങ്കും രണ്ടും സെറ്റ് കേട്ടോ. ശരി സർ. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ക്ലാസ്. താങ്ക് യു. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ബാക്കിയുള്ളവർ പിന്നെ സംസാരിക്കാം അല്ലേ? ഓക്കെ, യെസ്, വൺസ് അഗെയിൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താണ് നമ്മൾ പറഞ്ഞത്? എന്താണ് ഇന്നത്തെ ക്ലാസ്? എന്താണ് മറന്നുപോയല്ലോ. എന്തോ ഒരു പോയിന്റ്. എന്ത് ക്ലാസ് പഠിക്കാൻ നിങ്ങളെല്ലാം വന്നത് പറഞ്ഞേ? അപ്പൊ പറഞ്ഞു തന്നെ. വിശ്വാസമെങ്കിൽ ഞെട്ടാൻ തയ്യാറായിക്കോ. വേണോ? ആർക്കൊക്കെ ഞെട്ടണം? ഞെട്ടാൻ തയ്യാറായി എത്ര പേരുണ്ട്? അവരെല്ലാം തയ്യാറായവരെല്ലാം സന്തോഷത്തോടു കൂടി ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കൂ. ഞെട്ടാൻ തയ്യാറായവണെങ്കിൽ ഞെട്ടാൻ റെഡിയായിട്ട് തയ്യാറായിട്ട് ഇതെടുത്ത് കഴിക്കൂ, ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കൂ. ഹാപ്പി ആൻഡ് റെഡിയാവുന്ന വെറുതെ അല്ല, ഞെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് മറക്കണ്ട, ഞെട്ടൽ കൂടെ ഉള്ളതാണ്. ഞെട്ടാൻ തയ്യാറായവർ മാത്രം മതി കേട്ടോ. എല്ലാവരും ഉണ്ടാവില്ല, കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ അല്ലേ? എല്ലാവർക്കും ഞെട്ടാൻ തൽക്കാലം താല്പര്യമില്ല. ഉണ്ടോ? എന്തിനാണ് ഞെട്ടുന്നത്? ഇപ്പോൾ കുട്ടിയോട് പറഞ്ഞ അതേ കാര്യമാണ്. വിജയം നിങ്ങളുടേതാണ്. വിജയം നിങ്ങളുടേതാണ് എന്ന് ഞെട്ടാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാണ്? റിയലി ആയിട്ട് പറയുക. ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വിജയം എന്റേതാണ് എന്ന് ഞെട്ടലോടെ ഉൾക്കൊള്ളാൻ തയ്യാറായവരുടെ പേരൊന്ന് എഴുതി വെക്കുക. തയ്യാറായവർക്ക് മാത്രം ഞെട്ടിക്കൊണ്ട് എൻ്റെ വിജയം ഞാൻ തന്നെ തീരുമാനിക്കും, അതിനൊരു തർക്കവും ഇല്ല എന്ന് തീരുമാനിക്കുന്നവർ മാത്രം അവരുടെ പേര് എഴുതുക. വെറുതെ എഴുതരുത്. അത് നിങ്ങൾക്ക് ഞെട്ടാൻ തയ്യാറായാൽ മാത്രം മതി. യെസ്, പോരട്ടെ. എല്ലാവരും പേരും വേണ്ടി യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ഇതേ ചോദ്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് താഴെ എഴുതി തയ്യാറായിക്കൊള്ളുക. ബാക്കി പറയുന്ന കാര്യം ലളിതമായ കുറച്ച് കാര്യങ്ങൾ പറയും. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതെല്ലാവർക്കും പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ, ഇതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിജയം നിങ്ങളുടേതാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നിങ്ങളുടെ ജീവിത വിജയം? ഈ വിജയം നിങ്ങളുടേതാണെന്ന് പറയും. വിജയം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ച കാര്യം തനിക്കാം. എത്ര റാങ്ക് കിട്ടും എന്നത് ഐ ഡോണ്ട് നോ എങ്കിൽ അത് കിട്ടിയാൽ ഐ നോ ആവോ ഐ ഡോണ്ട് നോ ആകുമോ? അപ്പോഴും നമുക്ക് വിജയം എന്ന് പറയാൻ പറ്റില്ല. നമുക്കത് വിജയമാണെന്ന് മറ്റുള്ളവൻ പറയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് ഒരു കാര്യത്തിൽ ഏത് ലഭിക്കുമ്പോഴാണ് വിജയം എന്ന്, ഞാൻ വിജയിച്ചു എന്ന് ഞാൻ തീരുമാനിക്കുന്നത്, അങ്ങനെ ഒരു തീരുമാനം നമുക്കില്ലാതായി പോയാൽ നമ്മുടെ ജീവിതം വിജയിച്ചോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ ഇപ്പൊ പരീക്ഷയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്,
പരീക്ഷയിൽ ഇത്ര മാർക്ക് കിട്ടിയാൽ ഞാൻ വിജയിച്ചു, 50-ൽ 10 കിട്ടിയാൽ 15 കിട്ടിയാൽ ഞാൻ വിജയിച്ചു എന്ന് പറയുന്നതും, പക്ഷെ ഞാൻ വിജയിക്കണമെങ്കിൽ എനിക്ക് 50-ൽ 48 കിട്ടണം എന്നുള്ള എൻ്റെ തീരുമാനവും രണ്ടും രണ്ടായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് 15 കിട്ടുന്നത് എൻ്റെ ഒരു വിജയമല്ല. കാരണം ഞാൻ അതിനേക്കാൾ എത്രയോ ഉയർന്ന ഒരാളാണ്, ഉയർന്ന ബോധമുള്ള ഒരാളാണ്, ഉയർന്ന ചിന്താഗതിയുള്ള ഒരാളാണ്, ഉയർന്ന മെമ്മറി ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് 15 കിട്ടിയാൽ മതിയോ? ഇല്ല, എനിക്ക് 45-ന് മുകളിൽ കിട്ടണം. ആ 45-ന് മുകളിൽ കിട്ടിയാൽ മാത്രമാണ് ഞാൻ വിജയിക്കുന്നത് എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിജയം എന്ന് പറയുന്നത് അതിന് മുകളിൽ കിട്ടുമ്പോൾ മാത്രമാണ്, അല്ലെ? ഈ വിജയത്തെ നമുക്ക് മാത്രമേ തീരുമാനിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തീരുമാനം നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കപ്പെടുന്നത്. അല്ലാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മറ്റുള്ളവൻ പറയണം നീ വിജയിച്ചു, നീ തോറ്റു. ഇത് കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് എനിക്ക് 45 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിവുള്ള ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് 16 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ എക്സാമിൻ പാസ്സായി കാണും, പക്ഷേ എന്നിലെ മനസാക്ഷിയോട് ഞാൻ പാസ്സായോ ഇല്ലയോ, വിജയിച്ചോ ഇല്ലയോ, ഇത് വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കൃത്യമാണ്. അപ്പോൾ വിജയം എന്ന് പറയുന്നത് അവനവൻ തീരുമാനിക്കുന്നതായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, മറ്റുള്ളവർ പറയുന്നതല്ല നമ്മുടെ വിജയം. ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വൈകിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇത് കേട്ട് നിൽക്കുന്നത് നിങ്ങളുടെ വിജയമാകുമ്പോൾ, അല്ലെ നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുമ്പോൾ എൻ്റെ വിജയത്തെ അളക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ വിജയമാവോ? കേൾക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തോന്നും ഞാൻ കേട്ടു, സന്തോഷം, സാറിനെ കേട്ടു, സാർ എത്ര വലിയ വിജയിയാണ്, ഇത്രയും ആൾക്കാർ സാറിനെ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ എന്നിൽ ചേർക്കുന്ന എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷേ ഞാൻ വിജയിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി മാറി എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ മാത്രമാണ്. അല്ലാത്തടത്തോളം ഞാൻ വിജയിച്ചിട്ടില്ല, അല്ലെ? ആണോ? ഇതാണ് ഓരോ ആളുടെയും വിജയപരാജയങ്ങളുടെ ലക്ഷണമായി. എൻ്റെ ഒരു വീഡിയോ, ഞാൻ ഒരു യൂട്യൂബിൽ വീഡിയോ കംപ്ലീറ്റ് ആൾക്കാർ തെറി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടെന്ന് കരുതിക്കോ, അതൊരു 10 മില്യൺ വ്യൂ വന്നു. മറ്റൊരു വീഡിയോ ഞാൻ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ മോട്ടിവേഷനൊക്കെ ആയിട്ട് നല്ല സുന്ദരമായി പറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ വന്നു. ആ വീഡിയോയിൽ 1500 വ്യൂ, മറ്റത് 10 മില്യൺ വ്യൂ വന്നു. ഏതിലാണ് ഞാൻ വിജയിച്ചത്? ഇത് വ്യത്യാസമല്ലേ? ഓരോ ആളുടെ കാഴ്ചപ്പാട് വ്യത്യാസപ്പെടില്ലേ, അല്ലേ? ഇവിടെയാണ് വ്യത്യാസം വരിക. ഏതിലാണ് വിജയിച്ചത്? 10 മില്യൺ വ്യൂസ് ഉണ്ട് ഞാനാണോ വിജയിച്ചത്? 1500 ആൾക്കാർ മാത്രം കണ്ട ജീവിത വിജയത്തിനെ പറ്റി പറഞ്ഞു തരുന്ന മോട്ടിവേഷനിലാണോ ഞാൻ വിജയിക്കുക? ഇത് ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ, നമ്മുടെ നിത്യം ചുറ്റുപാടിൽ കാണുന്നതാണ്. ഒരു വാർത്താ ചാനൽ യുദ്ധം നടക്കുന്ന സമയത്ത് ലൈവ് യുദ്ധത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനൽ എന്തായി? കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിലെ നമ്പർ 1 ചാനലായി മാറി. മറ്റൊരു ചാനൽ അതിന് വളരെ സ്വതസിദ്ധമായ രീതിയിൽ അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് മാത്രം അവതരിപ്പിച്ചപ്പോൾ അതിന് വ്യൂസ് കുറയുകയും മറ്റതിന് കൂടുകയും ചെയ്തെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയത്? കാണുന്ന നമുക്കാണോ, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്ത മറ്റുള്ളവർക്കാണോ എന്ന് ചിന്തിക്കുക. ഓരോന്നിൻ്റെതായ രീതി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളാണ് ഇതിനെ കണ്ടെത്തിയത് നമ്മളാണ് ഇതിനെ മാറ്റുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വിജയപരാജയങ്ങളെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കാണേണ്ടത്, എൻ്റെ വിജയം എന്ന് പറയുന്നത് ഞാൻ കൃത്യമായി മനസ്സിലാക്കി വെക്കുന്നിടത്ത് ആണ് ഉള്ളത് എന്ന് അറിയുമ്പോൾ നമ്മൾക്ക് വളരെ കൃത്യമായി കാര്യം മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരാൾ വിജയിച്ചോ തോറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവന്റെ ആത്മബോധത്തിൽ നിന്നാണ്. പക്ഷേ അവിടെ എന്താണ് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്നതാണ് പഠിപ്പിച്ചു തരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നാം ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കണം, അല്ലെ? അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടാൻ സാധിക്കും. ഒരു വലിയ വീടായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമായിക്കോട്ടെ, സന്തോഷം നിറഞ്ഞ ബന്ധങ്ങളായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, ആത്മസംതൃപ്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആത്മീയമായ പ്രാപ്തി ആയിക്കോട്ടെ, ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായിരുന്നത്? അവനവന്റെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ മനസ്സിന്റെ ആകർഷണമായ ശക്തിയിലൂടെയാണ് നമുക്കിതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ശക്തിയെ, നമ്മുടെ മനസ്സിന്റെ അതിനെ ഉൾക്കൊള്ളാനുള്ള, അതിനെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ശക്തിയെ അത്ഭുതകരമായി ഉപയോഗിക്കാൻ നമ്മൾ സാധിച്ചാൽ, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കഴിവുള്ളവരായി നമ്മൾ മാറിയാൽ, നമ്മൾ അതിനായി ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്താൽ, നമ്മൾ വിശ്വസിക്കുന്നത് എന്തും
നമ്മളിലേക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കാത്തതോ അത് ലഭിക്കുകയുമില്ല. കാരണം നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകൃതമാകുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു കാര്യത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ, അതിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് നിറയെ വെള്ളവും എടുത്തിട്ട് നിങ്ങൾ ഒരു യാത്ര പോയി വെള്ളം എടുത്തിട്ട് നിങ്ങൾ, ഈ ഗ്ലാസ്സിൽ വെള്ളം ഫുള്ളില്ല കേട്ടോ, ഫുള്ളുണ്ടെങ്കിൽ കാണിക്കാതെ, ഫുള്ള് എടുത്ത് വെള്ളം എടുത്തിട്ട് കിച്ചണിൽ നിന്ന് നിങ്ങൾ ബെഡ്റൂമിലേക്ക് കൂടി നടന്നു പോവുകയാണെന്ന് കരുതിക്കോ. നിങ്ങൾ ടാച്ചു ഓഹോ ഏഹോ എന്ന് പറഞ്ഞ് പോയി തന്നെ എന്ത് സംഭവിക്കും? അവിടെ എത്തുമ്പോൾ പകുതി വെള്ളമായി മാറും അല്ലേ? എല്ലാവർക്കും അറിയുന്നതന്നെ. അതേപോലെ നിറഞ്ഞ വെള്ളവും എടുത്തിട്ട് ശ്രദ്ധാപൂർവം നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള വെള്ളം കുടിക്കാൻ പറ്റും. സ്വാഭാവികല്ലേ? ഇവിടെ ശ്രദ്ധയെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വെള്ളത്തിന്റെ മാത്രം ഉദാഹരണം പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിനെ, നിങ്ങൾക്ക് ലഭിക്കുന്ന ബന്ധങ്ങളെ, നിങ്ങൾക്കുള്ള ആരോഗ്യത്തെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താലാണോ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്താലാണോ? ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ താഴെ. അശ്രദ്ധമായി കൈകാര്യം ചെയ്താലും ഞാൻ വിജയിക്കുമെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുക. അല്ല, ശ്രദ്ധാപൂർവം ചെയ്താൽ മാത്രമാണ് ഞാൻ വിജയിക്കുക എന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ചെയ്യുക. ക്ലാസ്സിലിരിക്കുന്നവരെല്ലാം മിടുക്കന്മാരാണെന്നേ. ഞാൻ എത്ര വലിയ ഇതാണ്. എല്ലാവരും കൃത്യമായി ഉത്തരം പറയും. ഇത്രയും ലളിതമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ കുറേ പേര് കടവും ലോണും വിഷയങ്ങളും ഒക്കെയായി നടക്കേണ്ടത് വന്നിട്ടുണ്ടല്ലോ അല്ലേ? അവരോടൊരു ചോദ്യം. നിങ്ങൾക്കിപ്പോഴുള്ള സാമ്പത്തിക പരാധീനതകൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തത് കൊണ്ടല്ലേ സംഭവിച്ചത്? ആണെങ്കിൽ യെസ് പറയൂ, അല്ലെങ്കിൽ നോ പറയൂ. കുറച്ച് തിരിച്ചല്ലേ ചോദ്യം? കുറച്ച് തിരിച്ചാ ചോദിച്ചല്ലേ? ഇത് ഞാൻ തിരിച്ചു ചോദിച്ച ഉത്തരം കറക്റ്റ് വന്നു എന്തായാലും അല്ലേ? ഒന്നുകൂടി ചോദിക്കാം, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ പരാധീനതകൾ നിങ്ങൾ സമ്പത്തിനെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തത് കൊണ്ട് സംഭവിച്ചതാണ് എങ്കിൽ യെസ് പറയൂ, അല്ലെങ്കിൽ നോ പറയൂ. മാറിപ്പോയിട്ടല്ലോ? ചോദിച്ചു മാറിയിട്ടില്ല? സെയിം തന്നെയല്ലേ? യെസ്, എല്ലാവരും ഉത്തരം നോ ആണല്ലേ? എല്ലാവരും പറയും എനിക്ക് സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ സമ്പത്തിനെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ്. എല്ലാവരും സമ്മതിച്ചല്ലോ? എല്ലാവരും സമ്മതിച്ചു. അതിൽ ഒരു തർക്കവും ഇല്ല. ഓക്കെ, സന്തോഷം. ഇനി അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം അല്ലേ? എനിക്ക് മുട്ടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ട്, വയറ്റിൽ അസുഖമുണ്ട്, മറ്റെന്തെല്ലാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ലിസ്റ്റായിട്ട് പറയാനുണ്ടല്ലോ. ഇതെല്ലാം ഞാൻ വളരെ ശ്രദ്ധാപൂർവം എൻ്റെ ആരോഗ്യത്തെ പരിചരിച്ചത് കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ യെസ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നോ പറഞ്ഞ്. എല്ലാം നോ തന്നെ അല്ലേ? ഇന്ന് നോയുടെ കളിയാണ്. അപ്പോൾ അല്ലേ എല്ലാവർക്കും അത് നാളെ യൂട്യൂബ് കാണുന്നവരൊക്കെ മറുപടി അയക്കണേ. ഇത് കൃത്യമായി കേട്ടിട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഞാൻ തിരിച്ചാണ് നിങ്ങളോട് ചോദിച്ചത്. കാരണം ഇത് തിരിച്ച് ചോദിച്ചാലും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് സാധിച്ചെന്ന് നിത്യവും എന്നെ കേൾക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചാൽ. അല്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കും, അല്ല സാറേ അയ്യോ ഞാൻ എൻ്റെ പൈസ കറക്റ്റായിട്ട് ഞാൻ ഉപയോഗിച്ചു, അത് മറ്റേനെ പറ്റിച്ചു പോയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഈ ക്ലാസ് നിത്യമായി ഇരിക്കുന്നവർ അതിനൊന്നും സാധ്യതയില്ല. കാരണം അതെല്ലാം അവരുടെ വിഷയമല്ല, എൻ്റെ വിഷയമാണെന്ന് നിങ്ങൾ ഏറ്റെടുത്തോണം. അപ്പോൾ യൂട്യൂബ് കാണുന്നവർ, പുതിയ കാണുന്നവർ ഇത് ശ്രദ്ധാപൂർവ്വം ഞാൻ ഈ പറഞ്ഞ കാര്യം 1-2 പ്രാവശ്യം റിവൈൻഡ് ചെയ്ത് കേട്ടോളൂ. എന്നിട്ട് ഉത്തരം ടൈപ്പ് ചെയ്ത് തന്നെ പോകണം നിങ്ങൾ. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സിഗ്നലാണ്. അത് മറക്കാതിരിക്കുക. അതുവേണ്ടി നിങ്ങൾ മറുപടി പറഞ്ഞു തന്നെ പോകണം കേട്ടോ. ഓക്കെ, യെസ് എന്ന് പറഞ്ഞവരുണ്ടോ? ഓക്കെ, ശരി, അത് വേറെ കാര്യം. ഓക്കെ, സന്തോഷം. അപ്പോൾ എന്താണെന്നറിയോ? വിശ്വസിക്കാമെങ്കിൽ ഞെട്ടാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞ്. എന്താണ് ഇനി വിശ്വസിക്കുക? വിശ്വസിക്കേണ്ടത് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലേ? ഇനി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ലേ? വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. യെസ് ഓർ നോ ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ പോയാൽ വിജയിക്കാൻ നിങ്ങൾ സാധിക്കുമോ ഇല്ലയോ? യെസ്, 100%. പോരാ, റിസൾട്ട് എനിക്ക് ഇവിടെ ഉള്ള 260 ആൾക്കാർ, ഹയസ്റ്റ് പീപ്പിൾ ആയിരുന്നു. 260 ആൾക്കാരുടെയും ചാറ്റ് ഞാൻ കാണുന്നില്ല. എനിക്ക് കിട്ടുന്ന ഒരു 10, 100, 150 വരെയൊക്കെ വരുന്നുള്ളൂ.
ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ വിജയിക്കണമെങ്കിൽ? എന്ത് ചെയ്താലാണ് അങ്ങനെ വിജയിക്കുക? പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു വാക്ക് പറഞ്ഞു. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു നേരത്തെ, അത് ഏതോ ഒരു നിയമത്തെ പറ്റിയിട്ടും പറഞ്ഞു. യെസ്, പോരട്ടെ, അടുത്ത വരിപ്പോട്ടെ. എന്താണ് ആ വാക്ക്? ശ്രദ്ധ, ദ ഫോക്കസ്. നിങ്ങൾ എവിടെ ശ്രദ്ധിക്കുന്നുവോ നിങ്ങൾക്ക് അവിടെ വിജയം വരിക്കാൻ പറ്റും. കാരണം അതിന് നിയമം ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം എനർജി ആണെന്നറിയാം. എവ്രിതിങ് ഇൻ ദിസ് യൂണിവേഴ്സ്, തിങ്സ് ആർ എനർജി. എവിടേക്കാണ് എനർജി? നിങ്ങൾ ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് ടോർച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ വെളിച്ചം എവിടെ ചെന്നെത്തും? വെറുതെ വെളിച്ചം പരക്കുമോ? നിങ്ങൾ എവിടേക്കാണ് ആ ടോർച്ച് പിടിക്കുന്നത് അവിടേക്ക് പരക്കുമോ? എവിടേക്കാണ് പിടിക്കുന്നത് അവിടേക്ക് മാത്രം പരക്കും, അല്ലേ? മറ്റു സ്ഥലങ്ങളിൽ കിട്ടില്ലല്ലോ. അതേപോലെ ഫോക്കസ്, നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും. അപ്പോൾ സമ്പത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് എന്ത് സംഭവിക്കും? സമ്പത്ത് ലഭിക്കും. ആരോഗ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആരോഗ്യം ലഭിക്കും. ബന്ധങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ബന്ധങ്ങൾ ലഭിക്കും. ഇതിനെ നമുക്ക് മറ്റൊരു രൂപത്തിലെടുത്താൽ, ഈ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പവർ വേണം. എന്ത് പവറാണ്? അദമ്യമായ ആ കാര്യം നേടാനുള്ള ഒരു മെന്റൽ പവർ നമുക്ക് വേണം. അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ടോർച്ചിന്റെ ബാറ്ററി കുറഞ്ഞു പോകുന്ന പോലെ പതുക്കെ 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 അത് കുറഞ്ഞു പോകും, അല്ലേ? ഒരു മണിക്കൂർ ടോർച്ച് കുത്തിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാത്ത ബാറ്ററി ടോർച്ച് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ബാറ്ററി തീർന്നു പോകും. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യുകയും വേണം. അപ്പോൾ ചാർജ് ചെയ്യപ്പെടുക, നമുക്ക് അത് ലഭിക്കണമെങ്കിൽ നമ്മൾ നിത്യവും ചാർജ് ചെയ്യപ്പെടണം. എന്ത് ചെയ്താലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പെടും? ശരീരത്തിന് ചാർജ് ചെയ്യാൻ ഭക്ഷണം കഴിക്കണം, വ്യായാമം ചെയ്യണം. നമുക്ക് ഫോക്കസ് ചെയ്യുന്ന ശരീരം കൊണ്ടാണോ മനസ്സുകൊണ്ടാണോ? മനസ്സുകൊണ്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ മനസ്സുകൊണ്ട് ഫോക്കസ് ചെയ്യപ്പെടണമെങ്കിൽ മനസ്സിന് എന്ത് വേണം? മനസ്സിനെ ചാർജ് ചെയ്യപ്പെടാൻ എന്ത് വേണം? നമുക്ക് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, കൃത്യമായ ലക്ഷ്യബോധം. രണ്ടാമത്തത് എന്താണ്? മെഡിറ്റേഷൻ, കൃത്യമായ ആത്മസമഞ്ജയം, അല്ലെങ്കിൽ കൃത്യമായ ആത്മനിർവഹണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൃത്യമായി നിലനിർത്താനുള്ള പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള മെഡിറ്റേഷനുകൾ കടന്നു പോകും. മൂന്നാമത്തെ എന്ത് വേണം? വിശ്വാസം. അത് ലഭിക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസം നമുക്ക് വേണം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു എന്നുള്ള വിശ്വാസം. അതിന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള നിയമങ്ങൾ പഠിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഓക്കെ. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായിത്തീരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചിന്തിച്ചാൽ പോരെ? അപ്പൊ നമുക്കത് ലഭിക്കില്ലേ? ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ആവശ്യമുള്ളതാണോ അനാവശ്യമുള്ളതാണോ? ഇപ്പോൾ നമ്മുടെ ചിന്ത എല്ലാം ആവശ്യമുള്ളത് മാത്രമേ ചിന്തിക്കുന്നു എങ്കിൽ എസ് പറയുക. അല്ല, അനാവശ്യ കാര്യങ്ങളും ചിന്തിക്കാറുണ്ട് എങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ കുറേയൊക്കെ മാറിയല്ല. ഇപ്പൊ ആവശ്യമുള്ളത് ചിന്തിക്കുന്നു, മറ്റൊന്നും ചിന്തിക്കാറില്ല. ആനന്ദവല്ലിയൊക്കെ എല്ലാ ക്ലാസ്സിലും പങ്കെടുത്ത് പൂർണ്ണമായിട്ടും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ അതിലില്ല എന്ന് കൃത്യമായി നമുക്ക് മറുപടി അറിയാൻ പറ്റുന്നുണ്ട്, അല്ലേ? ചിന്തകൾ ആവശ്യമുള്ളതിന് മാത്രമാണ്. അനാവശ്യമായ കാര്യങ്ങൾ നിഖില യെസ് ഓർ നോ? നോക്ക് ഇനി ചൂരലാണ് അടുത്ത വഴി കേട്ടോ. ഇത്രയും പറഞ്ഞു തന്നിട്ട് ഇനി നോ പറഞ്ഞാൽ നിഖിലക്ക് വേണ്ടി ചൂരൽ എടുത്തു വെച്ചിട്ടുണ്ട്, വേറെ സെപ്പറേറ്റ് പുറത്തേക്കടി. ഇനി നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് നോ, അനാവശ്യമായ ചിന്തകളില്ല, ആവശ്യമുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. ആവശ്യമുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മുടെ എനർജി എന്താവും? ആവശ്യമുള്ളതിന് മാത്രം പോവുകയും അതിലൂടെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ചിലവ് ചോദിക്കും, എന്നിട്ട് റിസൾട്ട് എന്തേ സാറേ ഇല്ലാത്തത്? റിസൾട്ട് ഇല്ലാത്തത് വീണ്ടും നിങ്ങൾ പറയാം, നിങ്ങൾ അനാവശ്യമായ ചിന്തകളിലേക്ക് പോകുന്നു എന്ന് ഉറപ്പാക്കുക. ഇവിടെ ഇരിക്കുമ്പോൾ പറയും, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അടുത്ത് എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടെന്ന് പറയട്ടെ. ഇപ്പൊ ഈ ഇത്രയും ആൾക്കാർ 260 ആൾ എല്ലാവരും എന്നെ കേൾക്കുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കണേ? ഇത്രയും ആൾക്കാർ ഞാൻ പറയും മുഴുവൻ കേൾക്കുന്നുണ്ട് ഇവിടെ? ഇവിടെയൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. പല മനോരാജ്യത്തിലും കടന്നു പോകുന്ന പല രീതിയിലും പലതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ വേണമെങ്കിൽ ഒരാളെ വിളിച്ച് കാണിച്ചാൽ എന്താ ഞാൻ ഇപ്പോൾ പറഞ്ഞത്? സാർ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയൂ, അല്ലേ?
മനുഷ്യന്റെ മനസ്സിന്റെ കളിയാണ്. പലർക്കും കേൾക്കുന്നുണ്ട്. അത് എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചത്, എത്ര പേര്. അപ്പോൾ ആവശ്യമുള്ളതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ എനർജി വളരെ പരിമിതമായി ചെലവഴിച്ചാൽ മതിയാകും. അപ്പോൾ നമ്മൾ എനർജി ഉണ്ടാകും നമ്മുടെ കയ്യിൽ. ഇന്ന് ഞാൻ രാവിലെ 3 മണിക്ക് ഇവിടെ ഇരുന്ന് ഇരുത്താണ്. ഇന്ന് ലീവാണ്. രാവിലെ 3 മണിക്ക് ഇരുന്ന് 3:50 ഇരുന്ന് എഴുന്നേറ്റ് ലേറ്റായി. 3:50 ഇരുന്ന് ഇരുത്താണ്. ഇപ്പൊ വൈകിട്ട് 4:30 മണിക്ക് വൈഫ് കൈ പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോയി താഴെ പോയിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചു തരാമെന്ന്, ഐസ്ക്രീം കഴിക്കാനായിട്ട്. അതുവരെ ഞാൻ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തീർക്കാനുള്ള എൻ്റെ വർക്ക് തീർന്നിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പോയിട്ട് വരാം. അങ്ങനെ പോയി തിരിച്ചു വന്നപ്പോൾ ഒരാൾ സംസാരിക്കാനുണ്ടെന്ന് അവരോട് സംസാരിച്ചു. അപ്പോഴേക്കും ഈ ക്ലാസ്സിന് സമയമായി. അവർ രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് അവർക്ക് സംഭവിക്കുന്നത്. അവർ രണ്ടുപേരും, അമ്മയും മോളും രണ്ടുപേരും ക്ലാസ്സിൽ കയറിയിരിക്കുന്നുണ്ട്. അവർക്ക് അരമണിക്കൂർ കൊണ്ട് ഞാൻ പറഞ്ഞത് കൃത്യം മനസ്സിലായി. എന്തായാലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെന്ന് രണ്ടുപേരും തീരുമാനിച്ചിറങ്ങിയവരാണ്. സന്തോഷമാണ്. രണ്ടുപേരും ഞാൻ കണ്ടുകൂടെ. സന്തോഷപൂർവ്വം അവർ ജീവിതത്തിൽ വലിയ മാറ്റത്തിലേക്ക് തയ്യാറായിരിക്കാൻ. അപ്പോൾ അത്രയും സമയം ഇരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഫോക്കസ് തന്നെയാണ്. ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നോട് പല ചോദ്യം ചോദിക്കും. നിങ്ങളോട് കാശ് മേടിച്ചിട്ടുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്ന ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് ദുബായ് UAE-കാർക്ക് ക്ലാസ് ഉണ്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ പല കാര്യം ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ പുസ്തകം തീർന്നു. മനസ്സൊരു വിസ്മയം കംപ്ലീറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കായി. പുതിയ പതിപ്പ് എത്രയും പെട്ടെന്ന് ഇറങ്ങേണ്ട. ചെറിയ കറക്ഷൻസ് ചെയ്യാനുണ്ട്. അത് ഇരുന്ന് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന പണിയുണ്ട്. ഇന്ന് ശരിക്കും ഓഫീസ് ലീവുള്ള ദിവസമാണ്. സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു അല്ലേ? പക്ഷേ ഫോക്കസ് നമ്മൾ ശ്രദ്ധ അങ്ങോട്ട് ഉറക്കത്തിലേക്ക് മാറിയാൽ ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ എനിക്കിട്ട് ശ്രദ്ധ കുറവ് അവിടെ വരുത്തും. യൂട്യൂബിൻ്റെ താഴെ അല്ലെങ്കിൽ ക്ലാസ്സിന് താഴെ പറയും, സാറേ എന്ത് പണിയായി കാണിക്കുന്നത് എന്ന് ചോദിക്കും. വേണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നൽകുന്ന പവർ ഓഫ് മെഡിറ്റേഷൻ ശരിയാണ്. മെഡിറ്റേഷൻ അത്രയും പവറാണ്. രാവിലെ 1/2 മണിക്കൂർ, നമുക്ക് 1 മണിക്കൂർ നേരത്തെ മെഡിറ്റേഷൻ കൊണ്ടാണ് ഇത്രയും സമയം. ഭക്ഷണമൊന്നും ഒരു വിഷയമേ അല്ല. കിട്ടിയാൽ കഴിച്ചു, കിട്ടിയില്ലെങ്കിൽ കഴിച്ചില്ല, ഒരു പ്രശ്നമില്ല. ഇത്രയും സുഖമായിട്ടിരിക്കാൻ പറ്റും. ഇല്ല, കഷ്ടമല്ല. അയ്യോ അങ്ങനെ പറയല്ലേ. പറഞ്ഞെന്താ, ഇത്രയും പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടുവച്ച ഇമോഷൻ കണ്ടോ? എന്ത് പറയുന്നു? ഫുഡ് കഴിച്ചില്ലേ സാർ, കഷ്ടം. ആർക്കാ കഷ്ടം? ഫുഡിനാണോ എനിക്കാണോ? ഫുഡ് രക്ഷപ്പെട്ടു. അത്രയും സമയം എൻ്റെ പല്ലിൻ്റെ ബലം അറിയാതെ ഫുഡ് അത്രയും ഇരിക്കാൻ പറ്റിയില്ലേ? അതിന് ഫുഡിന് എപ്പോഴും നന്ദി അല്ലേ? ഇല്ല, ഞാൻ ഉള്ളതല്ല നിങ്ങൾക്ക് അതിൽ കൊടുക്കും. ഇല്ല തരാൻ പറ്റില്ല. കൊടുത്തേ ബാക്കി 5 മിനിറ്റ് ഞാൻ നാളെ തരാം. കൊടുത്തേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നെപ്പറ്റി പറയാനല്ല, നിങ്ങൾ എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഞാൻ സ്വാമിനാഥനോട് ഞാൻ ചോദിച്ചാണ്, ഇതുവരെ മറുപടി വന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കൂ, ഇരുന്ന് ചിന്തിക്കൂ. അവിടെയാണ് വിജയിക്കുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കുറേ തിയറികൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, കുറേ ടെക്നിക്കൽ പഠിപ്പിച്ചു തരാം. ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യുക? വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നവർക്ക് മാത്രമല്ലേ അതിനെ ഉയർത്താനുള്ള ടെക്നിക്കൽ പഠിച്ചിട്ട് കാര്യമുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ അല്ലേ? ഞാൻ പറഞ്ഞു, ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറയാനുണ്ട്. ആകർഷണ നിയമം. നമുക്ക് ഒരു കാര്യത്തെ ആകർഷിക്കണം. കാര്യം എന്താണെന്ന് വേണ്ടേ? എന്തെങ്കിലും ഒരു കാര്യമില്ലാത്ത എന്തിനെ ആകർഷിക്കുക? എനിക്ക് ജോലിയില്ല, ജോലി ആകർഷിക്കാം. ജോലിയുണ്ട്, അതിലേക്ക് വരുമാനമില്ല, വരുമാനത്തെ ആകർഷിക്കാം. ഇത് രണ്ടും ഇല്ലാത്തവനോ എന്താകർഷിക്കുവൻ? ഇത് രണ്ടുമില്ലാതെയാണ് പറയുന്നത് പണം വരണം, പണത്തെ ആകർഷിക്കാനുള്ള മെത്തേഡ് പറഞ്ഞു സാർ. ഇതെങ്ങനെ വരും? ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ പറയാണ്, ലോട്ടറി അടിച്ചാൽ സുഖമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, വെറുതെ പറയാണ്. ലോട്ടറി എടുത്തവർ പറയുള്ളൂ. പക്ഷെ അങ്ങനെ ആവരുത്. സോ നമുക്ക് ആക്ഷൻ എടുത്താൽ മാത്രമേ, ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമം തന്നെയാണ് ആസ്ക്, ബിലീവ്, ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ, റിസീവ്. ആക്ഷൻ എടുക്കാതെ ഒന്നും ലഭിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ നിർഭരിതമായി ഇങ്ങനെ കണ്ണടച്ചിരുന്നയാൽ ഇതിലെല്ലാം വരുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെ നിങ്ങളോട് അല്ലേ, ഞാൻ നേരെ ക്ലാസ്സിലാണ് ഭക്ഷണം കഴിപ്പിച്ച് നിങ്ങൾ നല്ല വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചില്ല എല്ലാവരും. ഇപ്പം എല്ലാം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഇവിടെ കണ്ണടച്ചിരുന്ന് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ ആർക്കും ആഗ്രഹമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ സദ്യ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അപ്പം അങ്ങനെ ആവരുത് ലൈഫിനെ പറ്റിയിട്ട്. നമുക്ക് വളരെ കൃത്യമായി നമുക്ക് എന്ത് ലഭിക്കണം, എങ്ങനെ ലഭിക്കണമെന്ന്, എന്തുണ്ടാവണമെന്നുള്ള പ്ലാൻ നമ്മളെ കയ്യിൽ വേണം. ഇല്ലെങ്കിലോ വെറുതെ രാവിലെ തീരും, വൈകിട്ട് തീരും, നമ്മൾ ആഗ്രഹിക്കും, ഒക്കെ ചെയ്യും. അപ്പോൾ ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മളുടെ
ചിന്തകളുടെ ശക്തികളിലൂടെ, നമ്മുടെ ആക്ഷനുകളിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു തത്വമാണ്. നമ്മളെ അതിന് വേണ്ടി നമുക്ക് മെഡിറ്റേഷൻ ഉപയോഗിക്കാം, വിഷ്വലൈസേഷൻ ഉപയോഗിക്കാം, അഫ്രിമേഷൻസ് ഉപയോഗിക്കാം, ഹിപ്നോസിസം ഉപയോഗിക്കാം, അതുപോലെ ഹോപ്പനോപ്പനോ ഉപയോഗിക്കാം. അങ്ങനെ വിവിധമായ മാർഗങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ ലക്ഷ്യനിർണയത്തിന് ഇതൊന്നും ഉപയോഗിച്ചുകൊണ്ടേ പറ്റില്ല. ലക്ഷ്യനിർണയം നടത്തിയവർക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ട എന്താണ്? ലക്ഷ്യനിർണയം, അല്ലേ? ലക്ഷ്യമില്ലാത്തവൻ എന്ത് ചെയ്യാൻ പറ്റും? എത്ര പേർക്ക് അവരവർക്ക് ജീവിതത്തിന്റെ വ്യക്തമായ ലക്ഷ്യമുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം രജനി പറഞ്ഞു, എനിക്കൊരു വീടാണ് എൻ്റെ ആഗ്രഹം. അത് ആഗ്രഹം മാത്രമല്ല, ലക്ഷ്യം എന്താണ്? ആഗ്രഹവും ലക്ഷ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആഗ്രഹമല്ല ലക്ഷ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ആഗ്രഹങ്ങളാണ്. എനിക്കതായാൽ കൊള്ളാം, എനിക്കത് ലഭിച്ചാൽ കൊള്ളാം, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു, എനിക്ക് പരീക്ഷയിൽ പാസ്സായിരുന്നാൽ കൊള്ളാമായിരുന്നു. ഇത് ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളല്ല നമുക്ക് ലഭിക്കുക. ആഗ്രഹങ്ങൾ ലഭിച്ചാൽ നമുക്കൊരു കാര്യവും അറിയില്ല. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നല്ല ഭക്ഷണം കിട്ടിയാൽ കൊള്ളാമായിരുന്നു, കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ ഇല്ല. ഇതല്ല, ഇത് ആഗ്രഹമാണ്. നമുക്ക് വേണ്ടത് എനിക്ക് നല്ലൊരു ഭക്ഷണം വേണം എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? വിവിധമായ മാർഗങ്ങളിലൂടെ നമ്മൾ നല്ല ഭക്ഷണത്തിലേക്ക് എത്തിച്ചേരും. ഇതാണ് വ്യത്യാസമുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, എപ്പോഴും നിങ്ങൾ ലക്ഷ്യനിർണയം നടത്തൂ. വാട്ട് യു വോണ്ട് ഇൻ ലൈഫ്, എന്ത് വേണം, എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. എന്തുകൊണ്ടാ? നേരത്തെ പറഞ്ഞ നിയമം. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നു, യു ആർ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ യുവർ ഗോൾ. ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് സിറ്റുവേഷൻസ് എല്ലാം അതിന് പാകപ്പെടുകയും നമ്മൾ നിരന്തരമായി ഇത് ലഭിക്കാനുള്ള പ്രക്രിയ ചെയ്യുകയും ചെയ്യും. PSC എക്സാം എഴുതണം, ഇതാണ് ആഗ്രഹം. PSC എക്സാം എഴുതണം, അത് ലക്ഷ്യമാണ്. PSC എക്സാം എഴുതലാണോ യഥാർത്ഥ ലക്ഷ്യം? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ കേൾക്കുന്നവർ. PSC എക്സാം എഴുതുകയാണോ നിങ്ങളുടെ ലക്ഷ്യം? അല്ല, എനിക്കൊരു ജോലി കിട്ടുകയാണോ ലക്ഷ്യം? പറയുന്നത് എന്താ? അപ്പൊ ഏത് ജോലിയാണ് കിട്ടേണ്ടത്? PSC എക്സാമിന് എഴുതിയിട്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലേ? അപ്പൊ ഏതെങ്കിലും ജോലി കിട്ടിയാൽ ഓക്കെ ആവുമോ? PSC എക്സാം എഴുതി ഏതെങ്കിലും ഒരു ജോലി കിട്ടി, പറ്റുമോ? ഇല്ലല്ലോ, അല്ലേ? ഇവിടെയാണ് പ്രധാനം. അപ്പൊ ആ ജോലിയിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് PSC എക്സാം എഴുതുക അല്ല ലക്ഷ്യം. ഇന്ന് ജോലി കിട്ടുകയാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ പിന്നോട്ട് അതിലേക്കുള്ള മാർഗത്തെ നമ്മൾ കണ്ടെത്തും. ഓക്കെ, ഈ ജോലിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ? ഓക്കെ, എനിക്ക് ടീച്ചറാണ്, മിനിമം B.Ed വേണം. B.Ed കിട്ടിയാൽ മതിയോ? അല്ല, PSC എക്സാം എഴുതി കിട്ടണം. അപ്പോൾ PSC എത്ര സ്കോർ ചെയ്യണം? ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ടീച്ചറാണ് ചെയ്യുന്നതെങ്കിൽ സ്കോർ ലെവൽ കൂടണം. അപ്പോൾ ഞാൻ സ്കോർ ലെവൽ കൂട്ടാനുള്ള ശ്രദ്ധയിലേക്ക് പോകും, അല്ലേ? അല്ലെങ്കിൽ ഹയർ M.Ed ആണെങ്കിൽ അതിന് അനുസരിച്ച് സ്കോർ ലെവൽ വ്യത്യാസം വരും. ഇത് നമ്മൾ മനസ്സിലാക്കി വരിക്കുമ്പോൾ ഓരോ തലങ്ങളിലെയും നമ്മുടെ ശ്രദ്ധ കൃത്യമായി പോകും. പിന്നെ അവിടെ വേറെ വഴികളില്ല. നമ്മൾ ചെയ്യുന്ന അതിലേക്ക് വേണ്ടി മാത്രമായിരിക്കും. നമ്മൾ ആ കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നും ആലോചിക്കാനില്ല. ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ ചെയ്യുന്നത് ജോലി ചെയ്യണം. ഏത് ജോലി ചെയ്താലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താ? ഇതല്ല എൻ്റെ ജോലി എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം മനസ്സിനെ നമ്മൾ അവിടെ ഊന്നി വെച്ചിട്ടില്ല. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല. ബിസിനസ്സിൽ പരാജയപ്പെട്ട് 90% ആൾക്കാർ എൻ്റെ അടുത്ത് വന്നോളൂ, ഞാൻ പറയാം, നിങ്ങൾ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ഞാനും നിങ്ങളും അടക്കം എല്ലാവരും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്താൽ ബിസിനസ് വിജയിക്കാനേ ചെയ്യും. അത് ഏത് സാഹചര്യങ്ങൾ പോയാലും ശരി. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് ടൈം ഏതാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷത്തോടെ ബിസിനസ് ചെയ്തിട്ടുള്ളത് കോവിഡ് സമയത്താണ്. ഏറ്റവും നല്ല ബിസിനസ് നടത്തിയിട്ടുള്ള കോവിഡ് സമയത്താണ്. കാരണം ഹാഫ് ഡേ ഉള്ളൂ. ഹാഫ് ഡേയിൽ ഞാൻ ഫുൾ ടാർഗറ്റ് എത്തിച്ചിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ പറയുക, ബാക്കി എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പേടിച്ചില്ല. ഞാൻ ധൈര്യപൂർവ്വം മുമ്പിലോട്ട് ഫുൾ ടൈം ഇരുന്നു. അതുകൊണ്ട് എനിക്ക് ബിസിനസ് നന്നായി വന്നു. പ്രായമായി പോയി സാർ, അതുകൊണ്ട് ആഗ്രഹങ്ങൾ തദൈവ. സാറിന് ക്ലാസ് കേൾക്കുമ്പോൾ താമസിച്ചു പോയി. അല്ല, പ്രായമായി പോയത് കൊണ്ട്
ആഗ്രഹങ്ങൾ തദൈവ. ഞാൻ ആഗ്രഹങ്ങൾ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ആഗ്രഹങ്ങൾ പോട്ടെ, ആഗ്രഹങ്ങൾ വേണ്ട, നമ്മൾ ലക്ഷ്യങ്ങൾ വേണ്ടേ. പ്രായമായാലും ലക്ഷ്യത്തിന് വ്യത്യാസമില്ലല്ലോ. ഞാൻ 79ാമത്തെ വയസ്സിൽ മരിക്കും എങ്കിൽ 79 വയസ്സും ആ നമ്മൾ മനസ്സ് വിചാരിക്കുമല്ലോ, സമയം വിചാരിച്ചു വെച്ചോളൂ കേട്ടോ. ഒരാൾ മരിക്കും കേട്ടോ, എന്തായാലും മരിക്കാതിരിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ട. എല്ലാവരും മരിക്കും, ആ സത്യം ആരും മറക്കണ്ട. ആ മരിക്കുന്ന തലേ ദിവസം എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ, ഞാൻ മരിക്കില്ലല്ലോ അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഞാൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന ഭക്ഷണം കഴിക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? മരിക്കുമെന്നുള്ളത് സത്യമാണ്, യാതൊരു തർക്കമില്ല. ഒരു ജീവജാലവും ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് മരിക്കാതിരുന്നിട്ടില്ല. ആകെയുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട് മാർക്കണ്ഡേയനെ പറ്റിയിട്ട് അല്ലേ, പിന്നെ അസ്വസ്ഥമാകും അല്ലേ, രണ്ടുപേരുമാണ്. അത് ഒരു മാർക്കണ്ഡേയനോട് കഥകൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താ സംഭവിക്കുക? അങ്ങനെ വേണ്ടല്ലോ, അങ്ങനെ ആർക്കും വേണ്ട. അപ്പോൾ ജീവിതത്തിൽ ലക്ഷ്യം, മരിക്കുന്നതിന് മുമ്പ് നേടേണ്ട ലക്ഷ്യം കൂടി നമുക്ക് വെക്കാം, ഒരു കുഴപ്പമില്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജീവിക്കാൻ ഇഷ്ടമാണോ? ഒരാൾ പറഞ്ഞു മരിക്കാൻ ഇഷ്ടമല്ല, ജീവിക്കാൻ ഇഷ്ടമാണോ? ജീവിക്കാൻ ഇഷ്ടമല്ല, മരിക്കാൻ ഇഷ്ടമല്ല, പിന്നെന്താ അർത്ഥം? ഇല്ല, മരിക്കാൻ ഇഷ്ടമല്ലാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമല്ലേ അത് സംഭവിക്കാൻ ചെയ്യും കേട്ടോ. ഇതെന്ത് കാരാ, ഇതിലെന്താണെന്നറിയോ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും അത് തന്നെ പറയണം, സബ്ജക്റ്റ് മാറിപ്പോകുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളാക്കി മാറ്റണമെങ്കിൽ നമുക്ക് വിഷൻ ബോർഡ് വേണം, നമുക്ക് ഗോൾ സെറ്റിങ്സ് നടത്തണം. വിഷൻ ബോർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പം ഞാൻ 76ാമത്തെ വയസ്സിൽ എവിടെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ ഞാൻ എഴുതി വെച്ച എൻ്റെ ബോർഡിൽ ഞാൻ 76ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും അത് സംഭവിക്കും സാറേ. വേണമെങ്കിൽ സംഭവിച്ചോട്ടെ, എനിക്കിപ്പോൾ എന്താ നഷ്ടം? എനിക്കത് എഴുതി വെക്കുന്നിടത്ത് എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എനിക്ക് 100% വിശ്വാസമാണ് ആ സമയത്ത് ഞാനത് ചെയ്തിരിക്കും. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് അവരുടെ വിഷയമാണ്, എൻ്റെ വിഷയമല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുമെന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ടാകും. അത് ഞാൻ കൃത്യമായി എഴുതി തയ്യാറാക്കിയ, സ്ക്രിപ്റ്റ് ചെയ്ത് തയ്യാറാക്കിയ വിഷൻ ബോർഡാണ്. ഗോൾ സെറ്റ് ചെയ്ത് ഓരോ ദിവസവും ഓരോ മാസവും ചെയ്യേണ്ട പ്രവർത്തനത്തെ കൃത്യമായി ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ വലിയ ബോർഡാണ്. ആ സമയത്ത് ഞാൻ എവിടെ ഇരിക്കുമെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം അല്ല എന്ന് പറയാൻ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ആണ് എന്ന് പറയുന്നത് ആരാണ്? അല്ല എന്ന് പറയുന്നത് ഞാനാണ്. ഇനി അഥവാ അല്ല, നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് ഒരാൾ പറയുന്നത്, ഞാൻ അവരോട് പറയും ദൈവവും നിങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട്, ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങൾ എവിടെയായിരിക്കണം അല്ലേ. ആ ഒരു, ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമുക്കത് സാധിക്കാഞ്ഞിട്ടല്ല, നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് വ്യത്യാസം ഇരിക്കുന്നത്. നമുക്കിത് സാധിക്കില്ല എന്നാണോ നിങ്ങൾ പറയണേ? ആർക്കും പറ്റും. നിങ്ങൾക്ക് നാളെ അയ്യോ മറ്റേ വീട്ടുകാർ നമ്മൾ നാളെ കൂടെ ചേർക്കില്ല കേട്ടോ, അല്ലെങ്കിൽ എന്താ അവൾ എന്ത് വിചാരിക്കും, ഞാൻ ഈ സാരി കൊടുത്താൽ, ഞാൻ ഇത് ചുരിദാർ എടുത്താൽ അവന്ത് വിചാരിക്കുമെന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ അല്ലേ. ഞാൻ നന്നായി എന്ന് കരുതിയാൽ അവരെന്ത് വിചാരിക്കും, അത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ മറ്റൊരു കാര്യം, അയ്യോ എൻ്റെ മകൻ നാളെ എന്താകുമോ എന്തോ, അവന് വേണ്ടിയിട്ട് 1 കോടിയെങ്കിലും സമ്പാദിച്ചു വെച്ചില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഇത് പറ്റുന്നുണ്ട്, അതിന് യാതൊരു തർക്കവും. അതാണ് വ്യത്യാസമുള്ളത്. കാരണം നമുക്ക് വേണ്ടതിന് നമ്മൾ അത്തരം കാര്യങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. അതല്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം ഉണ്ടാവേണ്ടത്, ഇത് കിട്ടിയാലാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ലക്ഷ്യപ്രാപ്തി ആകുന്നത് ചിന്തിക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കുക. ഞാൻ വാക്ക് വീണ്ടും വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നത്, സന്മനസ് നമ്മൾ കാണിക്കുന്നില്ല. ഇതാണ് ജീവിതത്തെ മാറ്റാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ പോയാൽ, ഒരു ഗോൾ സെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ, ഇല്ലെങ്കിൽ നോ എന്ന് പറയൂ. കൃത്യമായ പാത, കൃത്യമായ സ്റ്റെപ്പ് സ്റ്റെപ്പ് എഴുതി വെച്ചാൽ സുഖമായി പോകും. നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ വൈകുന്നേരം നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ വന്നിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ, അല്ലെ ഞാൻ തീരുമാനിച്ചിട്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലേ, വെറുതെ വന്നിരിക്കുകയാണ്. നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വൈകിട്ടാകുമ്പോൾ ഈ സമയത്ത് ലീവിൻ്റെ ദിവസമൊക്കെ ഇരിക്കുന്ന വെറുതെ വന്നിരിക്കുകയായിരിക്കോ ഞാൻ? എനിക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ഉണ്ടാവുകയില്ല, ഇല്ലാതെ വെറുതെ ഇരിക്കില്ല. വെറുതെ ഇരിക്കാൻ എൻ്റെ കാര്യമില്ല. എൻ്റെ ലക്ഷ്യമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്ക് എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടാവണമെന്നോ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രായിരം ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്നുള്ള കൃത്യമായ കണക്കിലാണ് ഇരിക്കുന്നത്.
2026 ആകുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുടെയും ആ പങ്കെടുത്ത ആൾക്കാരുടെ എത്ര പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെന്നും അത് ആ സമയമാകുമ്പോൾ എൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം എത്ര ആയിരിക്കണം കൃത്യമായി എഴുതി തയ്യാറാക്കിയ കണക്കെൻ്റെ ഉണ്ട്. ഒരു വ്യത്യാസമില്ല. അതിനേക്കാൾ അപ്പുറത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ എഴുതി തയ്യ കണക്കിൽ നിങ്ങളോടിപ്പോൾ ഓൺ റെക്കോർഡ് പറയാം, ഈ ജൂൺ മാസത്തിൽ ഞങ്ങൾ കണക്ക് പ്രകാരം വെച്ച് ഒരു വർഷം, അതായത് അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്ക് നമ്മൾ ഈ ക്ലാസ് യൂട്യൂബ് ലൈവ് ക്ലാസ് തുടങ്ങിയിട്ട് ഒരു വർഷമാവും. ഓഗസ്റ്റ് സംതിങ് ആണ് തുടങ്ങിയത്, ഒരു വർഷമാവും. ഞങ്ങളുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒരു വർഷം കൊണ്ട് എങ്ങനെ പിടിച്ചാലും 25,000 സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കണം എന്നാണ് എഴുതി വെച്ചത്. 25,000. ഇപ്പം എത്രയുണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 82,000 സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ട ലക്ഷ്യത്തിന് മുകളിൽ പോയോ ഇല്ലയോ? കാരണമുണ്ട്. ഞാൻ അന്ന് ലക്ഷ്യം വെച്ചത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 3 ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കണം, അത്രേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദിവസം 7 ദിവസവും ക്ലാസ് ഉണ്ട്. അപ്പോൾ വ്യത്യാസം ഉണ്ടാവില്ലേ? ഞാൻ എടുക്കുന്ന എഫേർട്ടിന് യൂട്യൂബ് തന്നെ പറയുന്നു, യുവർ എഫേർട്ട് ഈസ് പെയ്ഡ് ഓഫ് ഓൺ. എപ്പോഴുമുള്ള വാക്കാണ് എൻ്റെ യൂട്യൂബിൻ്റെ ഇതിൽ അതിൽ എഴുതി വെക്കുന്നത്, യുവർ ഹാർഡ് വർക്ക് ഈസ് പെയ്ഡ് ഓഫ് 111%. 111%. എപ്പോൾ നോക്കിയാലും കാണാം 111% ഞാൻ ചെയ്യുന്ന എൻ്റെ ഹാർഡ് വർക്കിന് തിരിച്ച് റിട്ടേൺ കിട്ടുന്നത്. എത്ര പേർക്കിത് സാധ്യമാകും? ആർക്ക് സാധ്യമാകുമോ എന്നല്ല ചോദ്യം. ആരാണോ വ്യക്തമായി ശ്രദ്ധാപൂർവം ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്, ആ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്, അവരെ കൊണ്ട് സാധിക്കും. മറ്റുള്ള ഒരാളെ കൊണ്ട് സാധിക്കില്ല. ശ്രദ്ധാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യാം. ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കുന്നു, അതുകൊണ്ട് എനിക്കത് ലഭിക്കുന്നു. മറ്റതിൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റതിൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുക. കൃത്യമായ വിഷൻ ബോർഡ്, കൃത്യമായ ലക്ഷ്യനിർണയം നടത്തി ആകർഷണത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടതെല്ലാം നേടിയെടുക്കാൻ പറ്റും. യാതൊരു തർക്കവും വേണം. ഇത് കൂടുതൽ പഠിക്കണോ, അറിയണോ? വിഷൻ ബോർഡ്, നമുക്ക് ഗോൾ സെറ്റിംഗ് വിഷൻ ബോർഡ് ക്ലാസ് വെക്കാം. നിങ്ങൾക്ക് വേണ്ടി വെക്കാം. എനിക്ക് താല്പര്യമില്ല. എന്താണെന്നറിയോ? പലരും വരാൻ തയ്യാറാവാത്തതുകൊണ്ട്. കുറച്ച് മൈൻഡ് വർക്കാണ്, തല കുറച്ച് വർക്ക് ചെയ്യിപ്പിക്കണം. കാരണം എന്താ അറിയോ? അവൾ അങ്ങനെ പറഞ്ഞു, ഇവളിങ്ങനെ പറഞ്ഞു, അവരെന്ത് വിചാരിക്കും? ഇതൊക്കെ വിചാരിക്കാൻ മനസ്സിന് വലിയ പണിയില്ല. അത് ഓട്ടോമാറ്റിക് മനസ്സ് സെറ്റായിപ്പോയി. പക്ഷേ വലിയ കാര്യത്തെ പറ്റിയിട്ട്, അല്ലേ, നാളെ ഞാൻ എന്തായി തീരണം എന്നതിനെ പറ്റിയിട്ട് മുൻകൂട്ടി കാണണമെങ്കിൽ, മുൻകൂട്ടി മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ചിന്തിക്കണം. അതിനനുസരിച്ച് കുറച്ച് ബ്രെയിൻ വർക്കുണ്ട്. ഈ ബ്രെയിൻ വർക്ക് തയ്യാറവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ വെറുതെ നടക്കുന്നവർക്ക് ഇത് പറഞ്ഞ പരിപാടിയല്ല. വേണോ? നിങ്ങൾ പറഞ്ഞാൽ, ഞങ്ങളെയും പറഞ്ഞിരുന്നു, അഡ്മിനെ വിളിച്ചു പറഞ്ഞോളൂ. അവർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻട്രസ്റ്റ് ആയ ഓരോ ആൾക്കാരെയും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ക്ലാസ് എടുക്കുള്ളൂ. കാരണം വെറുതെ വന്ന് സമയം കണ്ട വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണിത്. കാരണം നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും പറയാണ്ട്, ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയും നിർമ്മാതാവുമാണ്. അപ്പോൾ ശില്പം ഉണ്ടാക്കണം, എന്ത് ചെയ്യണം? ആദ്യം എങ്ങനെയാണ് ഒരാൾക്ക് ശില്പം ഉണ്ടാക്കുക? ആദ്യം ശില്പത്തെ പറ്റിയിട്ടുള്ള ബോധം വേണം, അല്ലേ? എന്താണ് ഞാൻ കൊത്താൻ പോകുന്ന ശില്പം എന്ന് അറിയാത്തൊരു ശില്പി കൊത്തിയ ശില്പം എന്തായിരിക്കും? രൂപമുണ്ടാവില്ല, അല്ലേ? ഇതല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്? നമ്മുടെ ജീവിതം എന്തേ ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം, എൻ്റെ ജീവിതം എങ്ങനെയാവണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു. മനസ്സിൽ അത് അനു പറഞ്ഞ പോലെ മനസ്സിൽ ആ ചിത്രം ഉണ്ടായില്ല. എൻ്റെ ജീവിതത്തെ പറ്റിയിട്ടുള്ള വ്യക്തമായ ചിത്രം എൻ്റെ കയ്യിലില്ല. പിന്നെ എൻ്റെ ജീവിതം എങ്ങനെയാവും? അറിയില്ല. എങ്ങനെയോ ആകും. എന്തേ ചെയ്യാൻ പറ്റാത്തെ? എന്തേ ഇത് ഒരു സ്കൂളിലും പഠിപ്പിച്ചില്ല? എന്തേ നിങ്ങൾ പോയ ഒരു സർവകലാശാലയിലും നിന്റെ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു എഴുത്തുകുത്തും കണ്ടില്ല? എന്താണെന്നറിയോ? അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹിഡൻ അജണ്ട നടക്കില്ല. നിങ്ങൾ സുഖമായി പോകും. ഇത് ശ്രദ്ധിക്കണം. വേണ്ടവർ പറയാം, എന്താണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ നല്ല കാര്യമാണ്. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യും കേട്ടോ. ജോലി ചെയ്യുന്ന വീട്ടിൽ വിഷൻ ബോർഡ് ചെയ്യും. വീട്ടിലെന്ത് ജോലി ചെയ്യുന്ന വീട്ടിൽ ചെയ്യുന്നത് എന്താ? നിങ്ങളല്ലേ വിഷൻ ബോർഡ് ചെയ്യാവുന്നതാണ്. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതല്ല വിഷയം, ഗോൾ സെറ്റ് ചെയ്യുന്നിടത്താണ് വിജയം. ഞാൻ ഇത് സെറ്റ് ചെയ്തതിനോട് പറയാം, ഞാൻ പല ക്ലാസ്സും പറഞ്ഞിട്ട് ഒരു 25-30 പുസ്തകങ്ങളുണ്ട് ഞാൻ ഇത് മാത്രം എഴുതി വെച്ചത്.
ഓരോന്ന് വെട്ടിത്തിരുത്തി, അല്ലെങ്കിൽ 4 ദിവസം 5 ദിവസം കൂടി തീരുന്ന പരിപാടിയൊന്നും അല്ലത്. ഇനിയും എഴുതാണ്ട്, എല്ലാ വർഷവും എഴുതും, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്, ഒരിക്കലും പെർമനന്റ് ആയിട്ടുള്ള സംഭവമല്ല. ഇത് ചെയ്യാൻ നല്ല ആത്മാർത്ഥമുള്ള, എഴുതി വെച്ചതെല്ലാം ലഭിക്കുമെന്നേ. എത്രയോ ഉദാഹരണങ്ങൾ എടുത്തു പറയാം. ജീവിതത്തിൽ എഴുതി വെച്ചതെല്ലാം ലഭിച്ചിട്ടുണ്ട്. എഴുതി വെച്ചത് ലഭിക്കാത്തത് അല്ല, എല്ലാം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, വിജയിക്കാൻ തയ്യാറാണോ? നമുക്ക് വളരെ കൃത്യമായി നമ്മളുടെ ജീവിതത്തെ വ്യക്തമായ പ്ലാനിങ്ങിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, ലക്ഷ്യനിർണയത്തിലൂടെ പോയി കഴിഞ്ഞാൽ, അതിനകത്ത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആന്തരിക ലോകത്തെ മാറ്റാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാക്കാൻ സ്വയം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അത് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമായി മാറിയിരിക്കും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് നൗ. താങ്ക് യു വെരി മച്ച്. ഇത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുക, മനസ്സിലിട്ട് ആലോചിക്കുക, എന്നിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുക. ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കുറച്ച് ചെറുപ്രായക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്തോളാം, എങ്ങനെ ആയിരിക്കണം എൻ്റെ ജീവിതമെന്ന്. വളരെ ശ്രദ്ധാപൂർവ്വം എല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചു. താങ്ക് യു വെരി മച്ച്. സംസാരിക്കാൻ അവസരം വേണോ? യെസ്, ആരാ സംസാരിക്കാനല്ല പറഞ്ഞു? അൺമ്യൂട്ട് ചെയ്തു. ഹലോ സാർ, നമസ്കാരം. Yeah. ഞാൻ സുനിതയാണ്. സുനിത പറ. ഞാൻ നാളെ ദുബായിൽ ഉണ്ടാകും. ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. അപ്പം സാർ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ കിട്ടിയ എല്ലാരും ഉണ്ടാകും. ഇങ്ങോട്ടെല്ലാം ദൂരം അവിടെ. നാളെ പിന്നെ വേറെ നാളെ ഉണ്ടാവും, ദുബായിൽ ഉണ്ടാവും. അപ്പം നാളെ മീറ്റിംഗ് വെച്ചാൽ എല്ലാരും ഉണ്ടാകും എന്ന് പറയായിരുന്നു. നാളെ മീറ്റിംഗ് വെച്ചാലോ? ഇന്ന് പ്രസീത എന്നെ വിളിച്ചിരുന്നു, ഇന്നുണ്ടായിരുന്നു. വേറൊരു ഹാപ്പിനെസ് എനിക്ക് പറയാനുള്ളത്, ചേട്ടാ ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒന്ന് ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് കയറാം. എനിക്കൊരു ഹാപ്പിനെസ് പറയാനുള്ളത്, നാട്ടില് വീടിന്റെ ഫൗണ്ടേഷന്റെ പരിപാടി നടക്കുമായിരുന്നു. സോ നല്ല മഴയായിരുന്നു. നമ്മുടെ ഇതൊക്കെ എടുത്തിട്ടിരിക്കുകയായിരുന്നു, വാനം വെട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 3 വീക്സിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ താഴത്തെ ഇത് കഴിഞ്ഞിരുന്നു, ഫൗണ്ടേഷന്റെ PCC കഴിഞ്ഞിരുന്നു. പിന്നെ അങ്ങ് ഇട്ടിട്ട് കമ്പിയെല്ലാം കെട്ടി അവർ വെച്ചിട്ടിരുന്നപ്പോഴത്തേക്കും മഴ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത്. സാറ് പോകുന്നതിന്റെ ആ സമയത്തൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞോട്ടാണ്, ഫൗണ്ടേഷൻ മുഴുവൻ വെള്ളമായിരുന്നു. ശരിക്കും ആ സമയത്ത് സാറ് പോയി ആ സമയത്ത് ഞാനും പ്രാർത്ഥിച്ചു, അന്ന് ആ മഴ നിന്നില്ലേ, മഴ നിന്നപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ആർക്കിടെക്റ്റിനെ വിളിച്ചിട്ടിരുന്നു, പറഞ്ഞു ഇന്നണക്കാണ് മഴ ഇന്നൊരു ദിവസം നിന്നിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വെള്ളം നിറച്ചുണ്ട്, അത് മോട്ടർ അടിച്ച് കളയണം, പിന്നെ ക്ലീനും ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് അന്ന് അവര് മോട്ടർ അടിച്ച് കളഞ്ഞു. പക്ഷെ പിറ്റേന്ന് മഴ പെയ്തു. സാറിന് ആ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ള മഴയില്ല, ഞാൻ പിറ്റേന്ന് മഴ പെയ്തു. അപ്പൊ വീണ്ടും അതേപോലെ തന്നെ വെള്ളം നിന്നു. അങ്ങനെ അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ എഴുതി വെച്ചില്ല, പക്ഷെ നന്നായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞു. അത് സത്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഞായറാഴ്ചക്കുള്ളിൽ അവിടുത്തെ നമ്മുടെ ഫൗണ്ടേഷന്റെ പരിപാടി കഴിയണമെന്ന്. ഇന്നലെ ഇന്നായിരുന്നു അത്. ഇന്ന് 26 പണിക്കാരുണ്ടായിരുന്നു. പണിക്കാരെല്ലാം നിർത്തി ഇന്ന് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. നാർസിസി ആയിരുന്നു അല്ലേ വെച്ചിട്ടാ? അത് ചെയ്തു. അത് വലിയൊരു ഇതായിരുന്നു. ഞാൻ ശ്യാമിനോട് പറഞ്ഞു, ശ്യാം മഴ ഉണ്ടാവത്തില്ല, ധൈര്യമായിട്ട് തുടങ്ങിയോ, ക്ലീൻ ഒക്കെ ചെയ്തിട്ട് പമ്പ് മോട്ടർ അടിച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ഒക്കെ ചെയ്തു, മഴ ഉണ്ടാവില്ല, ഞായറാഴ്ചക്കുള്ളിൽ എന്തായാലും നമുക്ക് നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. സത്യം അതെന്തോ നടന്നു. അതാണ്, അതൊരു ഭയങ്കര സന്തോഷമായി. ഞാൻ രമേശനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നടന്നു എന്ന് ഞാൻ പറയുകയും ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തിനാണ് ഈ മഴക്കാലത്ത് തന്നെ വീടിന്റെ പണിയെടുക്കുന്നത്? ഇല്ല, കുറച്ചായി അത് തുടങ്ങാൻ വെച്ചിട്ട് ഒരു 1 year ആയി ഞങ്ങൾ അതിന്റെ പുറകെ ആയിട്ട്. ശരിക്കും പറഞ്ഞാല് ഇപ്പഴാ രമേശിട്ട് കുറച്ച് നാൾ സമയം കിട്ടി, നാട്ടിലൊന്ന് പോയി എല്ലാരെയും കണ്ട് എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത്. ഇവിടുത്തെ ടൈമില്ലാഞ്ഞുകൊണ്ട് നമ്മളൊന്ന് പോയി ഒന്നും സെറ്റാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. രമേശ് ഓൾറെഡി കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഒരാളായതുകൊണ്ട് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഇസ് എ ഗുഡ് ഓർ ഇസ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച് എന്തെങ്കിലും? അതിന് അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ എടുക്കേണ്ട അത് ആവശ്യം നമുക്ക് ക്യൂറിംഗ് നല്ല ക്യൂറിങ്ങിന് കറക്റ്റായ സമയമാണ്. കാരണം ഇത് മൊത്തം നമ്മൾ വരുന്ന പില്ലറില്ല.
കാരണം അവിടുത്തെ ക്യൂറിങ്ങിന് നമ്മുടെ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് പിന്നെ എത്രത്തോളം പിന്നെ വാട്ടർ ക്യൂറിങ് ചെയ്യാൻ പറ്റില്ല. കാരണം മഴയുള്ളപ്പോൾ നമുക്കത് നല്ല സ്ട്രെങ്ത് ആയിരിക്കും, അതിന് കറക്റ്റ് ആയിട്ട് കിട്ടും. താഴത്തെ താഴേന്ന് പില്ലറിലാ വരുന്നത്. ബെൽറ്റ് ആണല്ലേ? ആ ഫുള്ള് താഴെ നമ്മള് താഴെ ബെൽറ്റ് കൊടുത്തിട്ട് അവിടുന്ന് കമ്പി കെട്ടി അവിടുന്ന് ബെൽറ്റാ കൊടുത്തിരിക്കുന്നത്. മൊത്തം ഇതാണ് നമ്മൾ. അതായത് നമുക്ക് നാളെ ഒരു ആവശ്യം വന്നാലും ആ വീട് പൊക്കത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ബീം സ്ട്രക്ചേഴ്സ് ആണ് അത് ചെയ്യുന്നത്. അതെ അതെ, ബീം 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 ഫുള്ള് ബീമാ. അതല്ല, മഴക്ക് കുഴപ്പമില്ല. സ്ട്രക്ചർ ആണ് കുഴപ്പമില്ല. മറ്റേതാകുമ്പോൾ വാള് ചെയ്യുമ്പോൾ അത്ര സൂട്ടബിൾ അല്ല. ഇല്ല വാള് പിന്നെ ഇത് പില്ലർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ചെയ്യത്തുള്ളൂ. നിങ്ങൾ അവിടെ എന്താ ഫുള്ളും താഴെ ഫുള്ളും അവിടെ പിന്നെ നമ്മള് റെഡിമിക്സാ. അല്ല മറ്റേ അത് കഴിഞ്ഞ് ഫില്ല് ചെയ്യാൻ വെട്ടുകല്ല. വെട്ടുകല്ലുണ്ടോ അവിടെ? അത് ഭയങ്കര വെട്ടുകല്ലില്ല, ഭയങ്കര റേറ്റാ. 100 റിയാല്, 100 രൂപ, പിന്നെ അങ്ങനെ 45, പല റേറ്റാ. ഓരോന്നിന്റെ ഓരോ പിന്നെ നല്ല കല്ലിനും അവിടുത്തെ 2-3 ടൈപ്പ് കല്ലുണ്ട്. ഞാൻ കുറെ മടകളിൽ പോയി നോക്കിയിരുന്നു. എവിടെ സ്ഥലങ്ങൾ? അപ്പൊ ഒരിടത്ത് നമ്മളെ ആലപ്പുഴ ചേർത്തല. ഇതെല്ലാം നടക്കട്ടെ. ഓക്കെ, നാളെ വിളിച്ചോളൂ. നാളെ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഒന്നിച്ചുണ്ടാവും, വിളിച്ചോളൂ. ഷുവർ എല്ലാരും ഉണ്ടാവും. ഓക്കെ, ശരി. അപ്പൊ എനിക്ക് ആ ബുക്ക് മേടിക്കാനുള്ള ലൊക്കേഷനും കൂടെ ഒന്ന് അയച്ചു തന്നാല് ഞാൻ എന്തായാലും പോയി വാങ്ങിച്ചോളാം. ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ തിങ്കളാഴ്ച പോവും തിരിച്ച്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാണ്. ബോർഡറായി. സാറേ ഇന്ന് കൊച്ചി പ്രോഗ്രാമിന് മെഡിറ്റേഷൻ ഉണ്ടോ? ഇല്ലേ? അയ്യോ, ഇന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇന്ന് മറ്റേ ക്ലാസ് ഉണ്ട് 10 മണി. അത് ഇതിന്റെ ഇടയിൽ. ഓക്കെ, നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. സമയം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. പ്രോഗ്രാം ചെയ്യണമല്ലോ. ഓക്കെ, നോക്കാം. ഞാൻ മെസ്സേജ് ഇടാം കേട്ടോ അതിനകത്ത് കേട്ടോ. ഓക്കെ, ഇനി വേറെ ആർക്കും സംസാരിക്കില്ല. എന്നാ പിന്നെ താങ്ക് യു. ബൈ, പ്രിയം. താങ്ക് യു. താങ്ക് യു സാർ.